ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ആസാബ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. 81-ാം സങ്കീർത്തനം 8 തുടങ്ങിയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ രാത്രി നമ്മൾ വായിച്ചത്. ഒന്ന് ആ ഭാഗം കൂടെ വായിച്ച് ഞാൻ ഇതിനെ രണ്ടിനെയും ഇനപ്പിച്ചിട്ട് മുൻപിലേക്ക് കടക്കാം. ഒന്ന് വായിക്കാമോ ദൈവാസനെ? സ്തോത്രം. 81-ാം സങ്കീർത്തനം 8 മുതൽ 1-2 വാക്യങ്ങൾ. അവിടെ ഇരുന്ന് വായിച്ചാൽ എനിക്ക് കേൾക്കുകയല്ല, ജനത്തിന് കേട്ടാലും. ഒരു മൈക്ക് അവിടെ കൊടുത്താൽ. എന്റെ ജനമേ കേൾക്ക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. എന്റെ ജനമേ കേൾക്ക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലേ, നീ എന്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളാം. ഇസ്രായേലേ, നീ എന്റെ വാക്ക് കേട്ടു എങ്കിൽ കൊള്ളായിരുന്നു. ഫ്രണ്ടിൽ എവിടെയാണ് ആരോ വായിച്ചത്? അങ്ങ് പുറകിലാണെന്ന് തോന്നുന്നില്ല. ഫ്രണ്ടിൽ എവിടെയാണ് ആരോ വായിച്ചത്? അങ്ങൊക്കെ കൊണ്ട് മൈക്ക് കൊടുത്ത ആൾക്കാർ കൊണ്ട് വീട്ടിൽ പോകും. ഒന്നുകൂടെ വായിക്കാം. ദേവസനെ വായിക്കുക. അന്യദൈവം നിനക്കുണ്ടാകരുത്. എന്റെ ജനമേ കേൾക്ക, എന്റെ ജനമേ കേൾക്ക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലേ, നീ എന്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. നീ എന്റെ വാക്ക് കേട്ടു എങ്കിൽ കൊള്ളായിരുന്നു. അന്യദൈവം നിനക്കുണ്ടാകരുത്. അന്യദൈവം നിനക്കുണ്ടാകരുത്. യാതൊരു അന്യദൈവത്തെയും നീ നമസ്കരിക്കരുത്. വായിക്കാം. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. വായിക്കാം. എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല. ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. വായിക്കാം. അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തു എങ്കിൽ കൊള്ളായിരുന്നു. നമ്മൾ ഈ വേദപുസ്തകത്തിൽ ഉടനീളം കാണുമ്പോൾ അങ്ങനെ ആയിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു എന്ന പരാമർശം നമുക്ക് കാണാം. അതിന്റെ അർത്ഥം അവരങ്ങനെ ആയില്ല, അതുകൊണ്ട് അവർക്ക് പ്രതിസന്ധി പറ്റി എന്നുള്ളതാണ്. അവരങ്ങനെ ആയിരുന്നു എങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് പ്രതീക്ഷിച്ചതുപോലെ ജനമായില്ല എന്നതാണ് അവിടുത്തെ പ്രശ്നത്തിന് കാരണം. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മളിപ്പോൾ ആസാഫിന്റെ പുലമ്പൽ വായിച്ചു കേൾക്കുമ്പോൾ അദ്ദേഹം വാവിട്ട് കരയുന്നത് ഇസ്രായേൽ അബദ്ധത്തിലേക്ക് പോകുന്നു, ഇസ്രായേൽ അടിമത്വത്തിലേക്ക് പോകുന്നു, ഇസ്രായേലിനെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും കഴിയുന്നില്ല. ആ പദം ശ്രദ്ധിക്കണം. ദൈവത്തിന് പോലും കഴിയുന്നില്ല. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദെയർ ഡിസൊബീഡിയൻസ്. അവരത്രയ്ക്ക് അനുസരണം കെട്ടവരായിരുന്നു. അവിടെയാണ് ആസാബ് പാടുന്നത്, അയ്യോ അവരെന്റെ വാക്ക് കേട്ടു എങ്കിൽ കൊള്ളായിരുന്നു. ആ സെയിം യൂസേജ് ആണ് പുതിയ നിയമത്തിൽ യെരൂശലേം തെരുവീഥിയിലൂടെ നടന്നു വരുന്ന, അല്ല കഴുതപ്പുറത്തു വരുന്ന യേശുക്രിസ്തു പറയുന്നതായി നമ്മൾ കേൾക്കുന്നത്. പുതിയ നിയമം നമുക്ക് ബോധ്യമുണ്ട്. പഴയ നിയമം ഞാൻ ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞാൽ, ദൈവം തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ സ്വന്തം ജനമായി ആക്കി വെച്ച ഇസ്രായേൽ ദൈവം പറഞ്ഞതുപോലെ നടക്കാതെ പോകുന്ന ഒരു രീതിയാണ് നമ്മൾ വേദപുസ്തകത്തിൽ ആകമാനം കാണുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം അവരെ നേരെ നടത്താൻ വേണ്ടി പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ മാറി മാറി അവർക്ക് കൊടുത്തു നോക്കി. ആരും പറയുന്നത് കേൾക്കുവാനോ മനം തിരിയുവാനോ നേരെ ചൊവ്വേ നടക്കുവാനോ ഇസ്രായേൽ തയ്യാറായില്ല. നിങ്ങൾ അറിയണം, അന്ന് ഇസ്രായേലിന് തിരുവഴുത്തുകൾ ഇപ്പരുവത്തിനില്ലായിരുന്നു എന്നറിയണം. അക്കാലഘട്ടത്തിലാണ് ദൈവം ഇസ്രായേലിനെ നടത്താൻ തക്ക സമയത്ത് പ്രവാചകന്മാരെ കൊടുത്തു, തക്ക സമയത്ത് ന്യായാധിപന്മാരെ കൊടുത്തു. അന്ന് തിരുവഴുത്തുകൾ ഇത്രയും അവർക്ക് ലഭ്യമല്ല എന്ന് നിങ്ങൾ അറിയണം. അതൊക്കെ പിന്നീടാണ് അവർക്കുണ്ടാകുന്നത്. അപ്പോ അതിനുശേഷം ഇസ്രായേൽ ചോദിച്ചതുപോലെ അവർക്ക് രാജാക്കന്മാരെ ദൈവം കൊടുത്തു. ഇസ്രായേലിന് എല്ലാ സൗകര്യങ്ങളും നേരെ ജീവിക്കുവാൻ ചെയ്തു കൊടുത്തിട്ടും ഇസ്രായേൽ നേരെയാകാത്ത ഒരന്തരീക്ഷം. അവിടെയാണ് ആസാബ് വാവിട്ട് വിളിക്കുന്നത്, അയ്യോ എന്റെ ജനം നേരെ നടന്നിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. അവർ നടക്കാതിരിക്കുന്നത് ഒരു അപകടമാണല്ലോ. അവർക്ക് മേത്തരമായ കോതമ്പ് കൊണ്ട് കർത്താവ് അവരെ പോഷിപ്പിക്കുമായിരുന്നു. പക്ഷെ അവർ നടക്കാതെ പോയത് കൊണ്ട് കർത്താവിനത് കഴിയുന്നില്ലല്ലോ. ഈ കരച്ചിലാണ് നമ്മൾ സങ്കീർത്തനത്തിൽ കാണുന്നത്. ആ പ്രതിസന്ധിയിൽ പെട്ടുപോയ ഇസ്രായേലിനെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവ് പുതിയ നിയമത്തിൽ വരുന്നത്. ഇസ്രായേലിനെ കുറിച്ച് ഒരു വാക്കുകൂടി വേണമെങ്കിൽ ഞാനൊന്ന് വായിച്ചേച്ച് ആ ഭാഗം വിട്ടേക്കാം. ബാക്കി മുഴുവൻ ഞാൻ വിശദീകരിക്കാതെ വിടുകയാണ്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം
2 മുതൽ ചില വാക്യങ്ങളൊന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 2 മുതൽ ചില വാക്യങ്ങൾ. ആമോസിന്റെ മകനായ യെശയ്യാവ്, യഹൂദ രാജാക്കന്മാരായ ഉസ്സിയാവ്, യോഥാം, ആഹാസ്, എഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദായെയും യെരൂശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. ആകാശമേ കേൾക്ക, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. യഹോവ അരുളി ചെയ്യുന്നു, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. വായിക്കാം. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. വളരെ മനോഹരമായ വാക്യമാണ്, നമുക്ക് നല്ല പരിചിതമായ വാക്യമാണ്. അവിടെ യെശയ്യാവ് നിലവിളിക്കുകയാണ്, അയ്യോ എന്റെ ജനം ഇങ്ങനായി പോയി. കാളയ്ക്ക് തന്റെ ഉടയവനെ അറിയാം, കഴുതയ്ക്ക് തന്റെ യജമാനന്റെ പുൽത്തൊഴുത്തറിയാം. വായിക്കാം. ഇസ്രായേലോ എന്റെ ജനമോ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുന്നില്ല, തൊഴുത്തും അറിയുന്നില്ല. വായിക്കാം. എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. വായിച്ചോളൂ. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, വായിക്കാം. ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ചു. അതാണ് നിങ്ങൾ അടിവരയിടേണ്ടത്. ബാക്കി ഒന്നും അടിവരയിട്ടില്ലെങ്കിൽ ഇത് അടിവരയിടണം. അവർ യഹോവയെ ഉപേക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. യഹോവയെ ഉപേക്ഷിച്ചു, ദൈവത്തെ നിരസിച്ചു, പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇത് നമുക്കും സംഭവിക്കുവാൻ സാധ്യതയുള്ള ഒരു അപകടമാണ്. നമ്മൾ എപ്പോഴാണോ ലോകത്തെ സ്നേഹിക്കുന്നത് അപ്പോൾ നമ്മൾ ദൈവത്തെ തള്ളിക്കളയുകയാണ്. നമ്മൾ എപ്പോഴാണോ പാപത്തെ പുൽകുന്നത് അപ്പോൾ നമ്മൾ ദൈവത്തെ നിരസിക്കുകയാണ്. നമ്മൾ ലോകത്തിന്റെ സ്നേഹിതനാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ ദൈവത്തിന്റെ ശത്രുവായി മാറുകയാണ്. അതാണ് അവിടെ വളരെ കൃത്യമായി സംസാരിക്കുന്നത്. അല്ലാതെ ഇസ്രായേൽ ദൈവത്തെ നോക്കി ചീത്തയൊന്നും പറഞ്ഞില്ല, ദൈവത്തെ നോക്കി മോശമായിട്ടൊന്നും ഇടപെട്ടില്ല. ദൈവത്തിന്റെ വചനം അവരനുസരിച്ചില്ലെന്നുള്ളതാണ് പ്രശ്നം. ദൈവത്തെ വിട്ട് അവർക്ക് ഇഷ്ടമുള്ള സുഖങ്ങളിലേക്ക് അവർ ഇറങ്ങിപ്പോയതാണ് പ്രശ്നം. അവിടെയാണ് കർത്താവ് പറയുന്നത്, അയ്യോ അവർ എന്നെ വിട്ടുപോയി കളഞ്ഞു, അവർ എന്നെ നിരസിച്ചു കളഞ്ഞു. അതൊരു വലിയ പ്രശ്നമായി അവിടെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇനി താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം. വായിക്കാം. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? കർത്താവ് കുറെയൊക്കെ അടിച്ചു നോക്കി. നമ്മളെ അങ്ങനെ കൊറോണയൊക്കെ വെച്ച് കർത്താവ് ഒന്ന് അടിച്ചു നോക്കിയതാ അല്ലേ? കുറെ എണ്ണമൊക്കെ രക്ഷപ്പെട്ടു, ചത്തുപോയതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലേ? ബാക്കിയൊക്കെ നമ്മളിങ്ങനെ രക്ഷപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ നമ്മുടെ വിചാരം നമ്മൾ ഭക്തന്മാരായതുകൊണ്ട് കിടക്കുകയാണെന്നാണ്. അങ്ങനെയൊന്നും അല്ല. കൊറോണ വന്നിട്ടും ചാവാത്തതാണ് അല്ലേ? ചിലത് അങ്ങനെയാണ്, എന്തൊക്കെ വന്നാലും ചാകാത്തതായി കിടക്കും. അത് വലിയ മെച്ചമുള്ളത് കൊണ്ടല്ല, വലിയ ഗുണം ഇല്ലാത്തത് കൊണ്ടാണ്. സഹോദരം, അതാണ് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കാൻ അല്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കേൾക്കൂ, ഇനി അവരെ അടിച്ചിട്ടെന്ത്? കണ്ടോ, കർത്താവ് നമ്മളെ പല പ്രാവശ്യം അടിച്ചു നോക്കും. അങ്ങ് അടിച്ചില്ലാതാക്കി കളയത്തൊന്നുമല്ല. കുറെ അടിച്ചു നോക്കും, കേൾക്കുന്നില്ലെങ്കിൽ നമ്മളെ സ്വന്തം വഴിക്ക് വിടും. അതാണ് നമ്മൾ സങ്കീർത്തനത്തിൽ കണ്ടത്. അവർ സ്വന്തം ഇഷ്ടത്തിന് നടക്കാൻ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു. ഇങ്ങോട്ട് പിടിച്ചിട്ട് നിന്നില്ലെങ്കിൽ അങ്ങോട്ട് വിട്ടുകളയുന്ന ഒരു ദൈവം. ദൈവത്തിന് കഴിയാൻ മേലാത്തോണ്ടല്ല, അങ്ങനെ ആരെയും കൂടുതൽ സ്വാധീനം ചെലുത്തി സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പാടില്ലാത്തത് കൊണ്ടാണ്. കർത്താവിനെ അനുസരിക്കുന്നവന് കർത്താവ് ബാലശിക്ഷ കൊടുക്കും, കർത്താവിനെ അനുസരിക്കാത്തവന് തൽക്കാലം ഒരടി കൊടുത്തു നോക്കും. രക്ഷപ്പെടുന്നില്ലെങ്കിൽ അവൻ അങ്ങ് വിട്ടുകളയും. കാരണം പിന്നെ അവന് ന്യായവിധിക്കുള്ളതാണ്. സ്വത്രം, അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അങ്ങ് സുരക്ഷിതമായിരിക്കുന്നു എന്ന് തോന്നുന്നു എങ്കിൽ കർത്താവിന്റെ മക്കളായതുകൊണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ സുരക്ഷിതമായൊരു മേഖല ഭൂമിയിൽ ഇല്ല. ഭൂമിയിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവന് ഇടയ്ക്കിടയ്ക്ക് അടി കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് എന്താ പറയാ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറയുന്നത്, കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിന് പിന്നെയും ചെത്തിക്കൊണ്ടേയിരിക്കും. മനസ്സിലുണ്ടോ? അപ്പൊ നമുക്ക് ചെത്തുകയില്ല, ഒന്നുമില്ല, അങ്ങനെ വിട്ടിരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം അവസാനം വെട്ടി തീയിലിടാൻ നിർത്തിയിരിക്കുന്നതാണ്. മനസ്സിലാകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? സുഖകരമായിട്ട് ജീവിക്കുകയാണ്, 4 നേരം ആഹാരവും കഴിച്ച് മൂടിക്കൊണ്ടിടന്ന് ഉറങ്ങാനുള്ള എല്ലാ സൗകര്യവും ലഭ്യമായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ സമയമാവാത്തത് കൊണ്ട് അങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. നരകം ഓപ്പൺ ആകുമ്പോൾ വലിച്ചങ്ങ് തള്ളും. ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കണം. അല്ലാതെ സേഫ് സോൺ ആയിട്ടൊരു ലൈഫ് ഈ ഭൂമിയിൽ ആത്മീകർക്കില്ലേ ഇല്ല. ഒരാൾ ക്രിസ്തുവിലായാൽ ക്രിസ്തു അനുഭവിച്ച വ്യഥയിലൂടെ ഒരു യാത്രയാണ് ആത്മീകനുള്ളത്. കർത്താവ് അനുവദിച്ചാൽ ഞാൻ ആ ഭാഗത്തൂടി കടന്നു പോകാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സമയം എനിക്ക് ലഭ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ
സംസാരിക്കുമ്പോൾ, മുമ്പോട്ട് വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ലഭ്യമായൊരു സന്ദേശം ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ്. അതിന്റെ മെയിൻ ഭാഗമാണ് ഇന്ന് ജോബ് പാസ്റ്റർ എടുത്തത്. സ്തോത്രം. അതിലെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ആ 14 അധ്യായത്തിലെ വാക്യമാണ് ദൈവദാസൻ എടുത്തത്. 14 മുതലാണ് ഞാൻ എടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വരും ദിവസങ്ങളിൽ പിന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഈ മന്ന ടെലിവിഷനിൽ കിടപ്പുണ്ട്. ഞാനത് എൻ്റെ ചാനലിൽ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും. കുറേശ്ശെ ചെയ്തുകൊണ്ട് വരികയാണ്, ഇന്നലെയും ചെയ്തു. വരും ദിവസങ്ങളിൽ ഞാനത് ഫുൾ അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ മർമ്മം മനസ്സിലാവും. 13 അധ്യായത്തിൽ യേശു ക്രൂശിലേക്ക് കടക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കാണുന്ന രംഗം ശിഷ്യന്മാരുടെ കാല് കഴുകാൻ നിൽക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ്. എന്ന് പറഞ്ഞാൽ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം മാറ്റി അരയിൽ തോർത്തു ചുറ്റിക്കൊണ്ട് നിൽക്കുന്ന ഒരു ക്രിസ്തു അങ്ങനെ അരയിൽ തോർത്തു ചുറ്റിയവനായി 13, 14, 15, 16, 17 വരെയുള്ള അധ്യായങ്ങളിൽ ആ നിൽപ്പ് നിൽക്കുകയാണ്. 13 അധ്യായത്തിൽ യേശു ചെയ്യുന്നത് ശിഷ്യന്മാരുടെ കാല് കഴുകാൻ നിൽക്കുകയാണ്. 14 അധ്യായത്തിൽ ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ കലങ്ങരുത്. എന്ന് പറഞ്ഞാൽ ഞാൻ ക്രൂശിലേക്ക് പോകാൻ പോവാണ്. തോർത്തെടുത്തിരിക്കുന്നത് കണ്ടോ? എന്തിനാ വന്നിരിക്കുന്നതെന്ന് അറിയാവോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കാൻ വന്നിരിക്കുകയാണ്. ആ ക്രിസ്തു അതിനും ചില ദിവസങ്ങൾക്ക് മുമ്പ് അപ്പമെടുത്ത് നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറയാണ്, ദിസ് ഈസ് മൈ ബോഡി വിച്ച് ഈസ് ബ്രോക്കൺ ഫോർ യു. ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് തോർത്തു ചുറ്റിക്കൊണ്ട് ശിഷ്യന്മാരുടെ മുമ്പിൽ നിന്ന് യേശു സ്നേഹത്തിന്റെ പാഠം പഠിപ്പിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ കലങ്ങിപ്പോകരുത്. എന്ന് പറഞ്ഞാൽ ഞാൻ തോർത്തെടുക്കുന്നത് പോലെ നിങ്ങൾ എന്ന് തുവർത്തുടുത്തുകൊണ്ട് ജനത്തെ ശുശ്രൂഷിക്കാൻ ഇറങ്ങി നിൽക്കുമോ, അന്നു മുതൽ നിങ്ങൾ വേദന അനുഭവിക്കേണ്ടതായി വരും. നിങ്ങൾ ക്രൂശിലേക്കും നടക്കാൻ തുടങ്ങുന്നത് മുതൽ, യേശുവിനോട് ചേരുന്നതിന്റെ അന്നു മുതൽ നിങ്ങൾക്ക് കലങ്ങത്തക്ക വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. വേദനകൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. താഴോട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എത്ര മനോഹരമെന്നറിയാവോ? അപ്പൊ 14 താഴോട്ടൊക്കെ വായിക്കുമ്പോഴേ യേശുക്രിസ്തു എടുത്തു പറയുക, കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണില്ല, ലോകം എന്നെ കൊല്ലാൻ പോവാണ്. ആഫ്റ്റർ ദാറ്റ് ഇൻസിഡന്റ് ലോകം എന്നെ കാണില്ല, പക്ഷെ നിങ്ങൾ എന്നെ കാണും. അതെങ്ങനെ കാണുന്നേ? അതാ കർത്താവ് പറഞ്ഞത്, 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് അരുളി ചെയ്തത്. അതാ ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവജനത്തിന് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ അവന്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയും. അല്ലാത്തവർ ഇവിടത്തെ ലൈറ്റും ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. 2 or 3 പേര് കൂടുന്നവരുടെ നടുവിൽ ആ കർത്താവ് ഇറങ്ങി വരും. ഇനി 2 or 3 പേര് കൂടുന്നൊന്നുമില്ല, ഒറ്റയ്ക്കായി പോയാലും കർത്താവ് അവിടേക്ക് ഇറങ്ങി വരും. അപ്പൊ നമ്മളെ അനാഥരാക്കാതെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ തന്നിരിക്കുന്ന ദൈവം. അത് അവിടെ പറഞ്ഞ നിങ്ങൾ കലങ്ങിപ്പോവരുത്. 15 വരുമ്പം പറയാ, എന്നിൽ വിശ്വസിച്ചോണം, എന്നിൽ വസിച്ചോണം. 16 വരുമ്പം പറയാണ്, നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കാൻ പോവുക, നിങ്ങൾ ഇടറിപ്പോകരുത്. സ്തോത്രം. ഒരുപാട് വേദനകൾ ക്രിസ്തു ഭൂമിയിൽ അനുഭവിച്ചു എങ്കിൽ അവകളെല്ലാം ഞാനും നിങ്ങളും അനുഭവിച്ചേ തീരൂ. അതിനായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. സ്തോത്രം. കാര്യം ഗ്രഹിക്കുന്നു എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ലെറ്റ്സ് കം ഡൗൺ. സീ, ഇവിടെ കർത്താവ് ഇസ്രായേലിനെ നോക്കി വിളിച്ചു പറയുക, അയ്യോ ഈ ജനം ശരിയാകാതെ പോകുന്നു, ഇവർ എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഇനി താഴോട്ട് വായിക്കാം. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്? ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്താ കാര്യം? കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഒന്ന് നമ്മളെ അടിക്കുന്നത് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി അടിക്കുന്നതാ, ബാലശിക്ഷ എന്നൊക്കെ പറയാം. അതിൽ ശരിയാകുന്നില്ലെങ്കിൽ നമ്മളങ്ങ് വിട്ടുകളയും. അതാ പറയാം, ഇനി അടിച്ചിട്ട് എന്ത്? വായിക്കാം. നിങ്ങൾ അധികം പിന്മാറുകയേ ഉള്ളൂ. തല മുഴുവനും ദീനവും, ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. ഉണ്ടോ? അതുകൊണ്ടാ പിന്നെ അടിക്കാത്ത കേട്ടോ. അല്ലേ? പിള്ളേരെ അടിക്കുന്ന മാതാപിതാക്കളുണ്ട്, അടിക്കാത്ത മാതാപിതാക്കളും ഉണ്ട്. അല്ലേ? അടിക്കുന്ന എന്തിനാണ് നമ്മള് അടിക്കുന്നത്? നമ്മളെ കലി തീരാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ അപ്പന്മാർ അടിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പന്റെ കലി തീരാൻ വേണ്ടി, അമ്മയുടെ കലി തീരാൻ വേണ്ടി പിള്ളേരെ അടിക്കുന്ന മാതാപിതാക്കളുണ്ട്. അങ്ങനെയുള്ളവർ ആശുപത്രി കാണിക്കണം. 2-3 ആഴ്ച ഗുളിക കഴിക്കേണ്ടി വരും. സ്വതന്ത്രം ഉള്ള കാര്യമാണ്. അല്ലേ? ദേഷ്യം തീരാൻ വേണ്ടി വീട്ടിലെ സാധനങ്ങളൊക്കെ എറിഞ്ഞുടക്കുക, അതും മാനസിക രോഗമാണ്. അതും ആശുപത്രി കാണിക്കണം. ഞാൻ പറഞ്ഞാൽ ഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്വതന്ത്രം. അത് ഏതവനായാലും ശരി, അപ്പനായാലും ശരി, മോനായാലും ശരി, ഏത് ടീമായാലും ശരി, സാധനങ്ങൾ തല്ലി തകർക്കുക, വീട്ടിൽ കിടന്ന് ഒരു പരിധി കൂടുതൽ ബഹളം വെക്കുക. ചിരിയൊക്കെ ബഹളം വെക്കാം കേട്ടോ, ചിരിയൊക്കെ ബഹളം വെക്കാം. എന്തും പറഞ്ഞ് ബഹളം വെക്കുക,
അസ്വസ്ഥത ഉണ്ടാക്കുക, ചുറ്റുപാടുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക, പാത്രം വലിച്ചെറിയുക, ആഹാര സാധനം വലിച്ചെറിയുക, ഇങ്ങനെയുള്ള തന്ത്രപരിപാടികൾ കാണിക്കുന്ന ടീമുകളെ സോപ്പിട്ട് വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വന്നാൽ മതി. പേരൂർ കടയിലാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത്. സോദരൻ, ഇങ്ങനെയുള്ള ആൾക്കാരെ പെട്ടെന്ന് കൊണ്ടുപോകാൻ സൗകര്യത്തിനാണ് നമ്മൾ അങ്ങോട്ട് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് വളരെ സൗകര്യമാണത്. അത് അവിടെ കൊണ്ടുവന്ന് ഒരു 3 ആഴ്ച മരുന്ന് കൊടുത്താൽ ആള് ഡീസൻ്റായി മാറും. സോദരൻ, ഞാൻ ഈ പറഞ്ഞത് വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ അത് പ്രാർത്ഥിച്ചാൽ മാറുമെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കരുത്. അത് മനസ്സിൻ്റെ നില തെറ്റിയതാണ്. അതിനങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിന് ആശുപത്രി കാണിച്ച് അതിന് മരുന്ന് മേടിച്ച് കൊടുത്താൽ സുഖമാവും, വേറെ പ്രശ്നമൊന്നുമില്ല. സ്വതന്ത്രം. അല്ലെങ്കിൽ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ഒരുപാട് പാടാണ്. ഇതുപോലെ തൂണൊക്കെ കൊണ്ടിട്ട് കെട്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണം. വലിയ റിസ്ക് ആണ് അല്ലേ? അത്രയ്ക്കും വേണ്ടി ദൈവാസന്മാരെ ഇപ്പോൾ കിട്ടാനില്ല. അവർ സമയമെടുത്ത് മെനക്കെട്ടി വരികയല്ല. ഇപ്പം എല്ലാം ഫാസ്റ്റ് വിടല്ലേ, ആൾക്കാർക്ക് വന്ന ഉടനെ സുഖമാവണം. നമുക്കിത് ചങ്ങല കെട്ടിയിട്ട് 2-3 ദിവസം എടുക്കും. മറ്റത് അവിടെ ആകുമ്പോൾ ചങ്കലൊന്നും കെട്ടിയിട്ടില്ലെങ്കിൽ അവർ സെല്ലിനകത്ത് അടച്ചിട്ട് 2-3 ആഴ്ച മരുന്ന് കൊടുത്തങ്ങ് ശരിയാക്കിക്കോളും. ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്നതിനൊന്നും സെല്ലിലൊന്നും വിടുകയല്ല. നിങ്ങളോട് കാണിച്ചാൽ മതി. കൊച്ചു മരുന്നാണ്, അത് കൊടുക്കും. നിസാര മരുന്നേ ഉള്ളൂ, അത് കഴിച്ചങ്ങ് തീരത്തക്കതേ ഉള്ളൂ. കെട്ടിയൊന്നും ഇടത്തില്ല. അങ്ങനെ പേടിക്കൊന്നും വേണ്ട. സ്വതന്ത്രം. അവിടെ പോയി കഴിച്ചാൽ മതി, കാര്യങ്ങളെല്ലാം ശരിയായിക്കോളും. ലെറ്റ്സ് കം ഡൗൺ. സീ, അപ്പോ മക്കളെ അടിക്കുന്നത് ഒരു പ്രതീക്ഷയോടെയാണ്, ശരിയാകുമെന്നുള്ള പ്രത്യാശയോടെയാണ് അല്ലേ? അപ്പൊ അടിക്കുന്ന തീരെ നിവർത്തി. ഞാൻ എൻ്റെ പിള്ളേരെ അടിക്കാറില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ അടിക്കാറില്ല. പിന്നെ നമുക്ക് ആവശ്യം വന്നാൽ നമ്മൾ വരട്ടുമ്പോൾ തന്നെ അവർ ശരിയായിക്കോളും. അതാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മൾ 2 വരട്ടുമ്പോൾ അവർ ശരിയാവണം. ഇനി അതിലും നടന്നില്ലെങ്കിൽ നമ്മൾ വടിയെടുത്ത് അടിക്കും. അടി നിവർത്തികെട്ട അടിയാണ്. ഞാൻ അങ്ങനെ അടിക്കാറില്ല, എനിക്ക് എൻ്റെ ഓർമ്മയിൽ അടിച്ചിട്ടുമില്ല. അങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല. അടിക്കേണ്ടി വന്നാൽ സ്വാഭാവികമായും അതുവരെ ദേഷ്യത്തിൽ നിൽക്കുന്ന അപ്പന് പിള്ളേർക്ക് 2 എണ്ണം പിടപ്പിച്ചു കഴിഞ്ഞാൽ വിഷമം വരും. അപ്പന്മാരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്, അമ്മമാരുടെ കാര്യമല്ല. അമ്മമാരുടെ നേരെ തിരിച്ചാണ്. അപ്പന്മാർ, അതാണ് വചനത്തിൽ പറയുന്നത്, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ. അമ്മയ്ക്ക് കരുണ തോന്നുന്നു പറഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ലേ? അമ്മ അടിച്ചാൽ രാവിലെ 8 മണിക്കാണ് അടിച്ചതെങ്കിൽ വൈകുന്നേരം 8 മണിയായാലും ചലമ്പിക്കൊണ്ടേയിരിക്കും. കേട്ടിട്ടില്ലേ? നിന്നെ കൊന്നുകളയും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അച്ചാറിട്ടുകളെയും തോരൻ വയ്ക്കും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൻ അങ്ങനെയല്ല, വലിയ ചലമ്പല് കാണില്ല, അടി പറ്റിക്കും. അടി പറ്റിച്ചു കഴിഞ്ഞാൽ അപ്പൻ നേരെ തലവുത്തിന് താഴേക്ക് ഇറങ്ങും. എന്ന് പറഞ്ഞാൽ അത്രയും നേരം ഉണ്ടായിരുന്ന ദേഷ്യം പുള്ളിക്ക് പെട്ടെന്ന് മാറും. പിന്നെ ഈ കുട്ടിയുടെ വിഷമം മാറ്റി കൂടെ ചേർക്കുന്നത് വരെ അപ്പന്റെ വിഷമം മാറൂല അല്ലേ? ഏതെങ്കിലും അപ്പം പിള്ളേർക്ക് അടി കൊടുത്തിട്ട് 2 എണ്ണം കൊടുക്കാൻ പറ്റി ഇങ്ങനെ പറഞ്ഞ് കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അമ്മയെ കണ്ടിട്ടുണ്ട്. പിള്ളേർക്ക് 2 അടി കൊടുക്കാൻ പറ്റിയതിൽ സംതൃപ്തിയുള്ള അമ്മമാർ ഒരുപാട് പേരുണ്ട് അല്ലേ? പക്ഷെ അപ്പന്മാരെ നിങ്ങൾക്ക് നാട്ടിൽ കാണാൻ പറ്റില്ല. അതാണ് അപ്പന് മക്കളോട് കരുണ തോന്നുന്നു എന്ന പദം തന്നെ അവിടെ ഉപയോഗിക്കുന്നത്. അപ്പം മക്കൾക്ക് അടി കൊടുത്തു പോയാൽ വിഷമമുണ്ട് എല്ലാ അപ്പനും. അടുത്ത മക്കളെ സ്നേഹത്തോടെ ചേർത്തണയ്ക്കുന്നത് വരെ അപ്പന്റെ വിഷമം മാറില്ല. സ്വതന്ത്രം. ഇനി നിങ്ങൾ ഓർത്തു നോക്കി, അപ്പനെ അടിക്കാൻ വേണ്ടി വടിയെടുത്തോട്ട് വരുമ്പോ മകൻ അല്ലെങ്കിൽ മകള് കൈ കെട്ടി നിന്നിട്ട് അടിച്ചോളാൻ പറഞ്ഞാലോ? പണിപാളി. മനസ്സിലാണ്ടോ? നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടിക്കാൻ ചെല്ലുമ്പോൾ കൊച്ച് അലറി വിളിക്കും, ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല, ഇനി ഒന്നും ചെയ്യില്ല, ശരിയായിക്കോളാം എന്ന് പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചുമ്മാ 2 ചാട്ടം ഓങ്ങുക, അടിക്കുക എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ നിലത്തടിക്കുക, ഇങ്ങനെയൊക്കെ ബഹളം വെക്കും അല്ലേ? നിവർത്തി കെട്ടാലേ മേലടിക്കത്തുള്ളൂ പൊതുവിലുള്ള അപ്പന്മാര്, അങ്ങനെ ചെയ്തുള്ളൂ അല്ലേ? ഇനി അങ്ങനല്ല, അടിക്കാൻ തയ്യാറായി വാരിക്കെട്ടി വരുമ്പോൾ ഇവൻ കൈ കെട്ടി നിന്നിട്ട് അടിച്ചോളാൻ പറഞ്ഞാൽ ഒരപ്പനും അടിക്കില്ല. എന്താ കാര്യം? അടിക്കാൻ പറ്റില്ല. സ്വതന്ത്രം. പക്ഷെ അപ്പൻ അപ്പോഴും മനസ്സിനൊരു തകർച്ച ഉണ്ടാവും. ആദ്യം അടി കൊടുത്തു പോയതിന്റെ തകർച്ചയാണ്. ഇപ്പൊ അങ്ങനല്ല, അവൻ എതിർത്ത് നിൽക്കുന്നതിന്റെ തകർച്ചയാണ്. ആദ്യത്തതിന്റെ തകർച്ച എന്റെ മോനെ എനിക്ക് ശിക്ഷിക്കേണ്ടി വന്നുപോയി എന്ന മനപ്രയാസമാണ്. രണ്ടാമത്തത് അങ്ങനല്ല, ഇവൻ എന്റെ മകനായിപ്പോയി എന്നതിന്റെ തകർച്ചയാണ്. അതാണ് ഇവിടെ ഇസ്രായേലിന്റെ മുമ്പിൽ കർത്താവ് കാണിക്കുന്നത്. കർത്താവ് പറയാണ്, അയ്യോ ഇനി നിന്നെ അടിച്ചിട്ടെന്ത്, ഇനി ഞാൻ അടിക്കില്ല, ഞാൻ ഇനി അടിച്ചാൽ നീ അധികം പിന്മാറുകയുള്ളൂ, അതുകൊണ്ട് ഞാൻ അടിക്കില്ല. മാന്യ ദൈവമക്കളെ, കർത്താവ് നമ്മളെ ശിക്ഷിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പരിധിക്കപ്പുറം കടന്ന് കർത്താവ് ആരെയും ശിക്ഷിക്കില്ല. അതുകൊണ്ട് നമ്മൾ ആ ലൈനിനപ്പുറത്ത് പോയില്ല എന്ന് ഉറപ്പുവരുത്തണം ഇന്ന് രാത്രിയിൽ. സ്വതന്ത്രം. താഴേക്ക് വായിക്കാം, വളരെ വേഗം വായിക്കാം. അടി തൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല. കണ്ടോ? വണം പിടിച്ചിട്ടില്ല. വായിക്കേ. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. കണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. രോഗമായി തന്നെ സ്റ്റിൽ കണ്ടിന്യൂ. വായിക്കാം. നിങ്ങളുടെ ദേശം ശൂന്യമായി. കണ്ടോ? അടുത്ത് പറയാം, നിങ്ങളുടെ ദേശം ശൂന്യമായും നിങ്ങളുടെ പട്ടണക്കാർ തീക്കിരയായും.
നിങ്ങൾ കാണെ അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയും. ഇസ്രായേലിന്റെ നാശത്തെ കുറിച്ച് പറയും. ഇന്നും ഇസ്രായേൽ അതാ കണ്ടീഷൻ കേട്ടോ. ആ നാട് അന്യജാതിക്കാർ തിന്നുകളയുക. ഞാൻ ഇസ്ലാമുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവർ എന്നോട് പറഞ്ഞത്, സാറേ അവിടെ എല്ലാം അവർ ഹർക്കത് എന്ന് പറഞ്ഞൊരു വൃക്ഷം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇസ്രായേലിൽ. ശരിയാണത്. ഒരു ചെറിയൊരു മുൾച്ചെടിയുടെ പേരാണ് ഹർക്കത് എന്ന് പറയും. ഒരു തരക്കടിലത്തെ മുൾച്ചെടി. അത് അവർ അവിടെ എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഖുറാനിൽ പറയുന്നത്, ഖുറാനിലോ ഹദീസുകളിലോ പറയുന്നത്, ഈ ഹർക്കത് വൃക്ഷങ്ങൾ ഇവർ അവിടെ എല്ലാം നട്ടുപിടിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇവരെ കൊല്ലുന്നൊരു കാലഘട്ടം വരും എന്ന് പറഞ്ഞാൽ, ഇവരെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങൾ, പ്രധാനമായും ഇസ്മായിലിന്റെ ആൾക്കാർ, ഇസ്ലാമുകൾ ഈ യഹൂദന്മാരെ കൊല്ലുന്നൊരു കാലം വരും. അന്ന് ഇവർക്ക് ഒളിച്ചിരിക്കാൻ വേണ്ടിയാണ് അത്ര ഈ ചെടികൾ ഉണ്ടാക്കി വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ചെടിയുടെ ഇടയിൽ, അതൊരു വലിയ മുൾച്ചെടിയാണ്, ഇതിന്റെ ഇടയിലോട്ട് അവർ കയറി പാർത്തിരിക്കും, ഒളിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലാണ്ടോ? അപ്പൊ അന്ന് യഹൂദനെ ഇവരുടെ കയ്യിൽ നിന്ന്, ഇസ്ലാമിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്നത് ഈ ചെടികളാണെന്നാണ് അവരുടെ ഹദീസുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാണ്ടോ? അതുകൊണ്ട് അത് അവരോട് വച്ച് പിടിപ്പിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. എനിവേ, ഇനി ദീർഘനാളുകൾ എന്ന് പറഞ്ഞാൽ, ഇന്ന് യേശുക്രിസ്തു വന്നാൽ 7 കൊല്ലം ഇസ്രായേലിന് അവന്റെ നാട്ടിൽ സ്വസ്ഥത ഉണ്ടാവില്ല. ഇത് പഴയ കാര്യമാണ് പറയുന്നത്. BC 400 കാര്യമാ നമ്മൾ ഇപ്പൊ യെശയ്യാവിൽ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് കർത്താവ് വന്നാലും ഏകദേശം 2500 കൊല്ലം ഇസ്രായേലിന് സമാധാനം ഇല്ലായിരുന്നു എന്ന് നമ്മൾ ഗ്രഹിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇന്നും ഇസ്രായേലിന് സമാധാനം ഇല്ല. അതുണ്ടാകണമെങ്കിൽ സഭ ഇവിടെ നിന്ന് പോയി 7 കൊല്ലം കൂടി കഴിഞ്ഞാലേ അവന് സമാധാനം ഉണ്ടാകത്തുള്ളൂ. ഇത് ഇവിടെ വായിച്ചിരിക്കുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ. അവിടെ പറയാണ്, ദേശം മുഴുവൻ നശിച്ചിരിക്കുന്നു. വായിക്കാം. നിങ്ങൾ കാണെ അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയുന്നു. അത് അന്യജാതിക്കാർ ഉന്മൂലനാശം ചെയ്തതുപോലെ ശൂന്യമായിരിക്കുന്നു. വായിക്കാം. സിയോൻ പുത്രി മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെയും, സിയോൻ പുത്രി മുന്തിരിത്തോട്ടത്തിലെ കുടിൽ പോലെയും, വെള്ളരിത്തോട്ടത്തിലെ മാടം പോലെയും, നിരോധിച്ച പട്ടണം പോലെയും ശേഷിച്ചിരിക്കുന്നു. ഞാൻ അതൊന്നും തെളിയിക്കാൻ നിൽക്കുന്നില്ല, വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, സമയം എനിക്കില്ല. വായിക്കാം. സൈന്യങ്ങളുടെ യഹോവ, ആ വാക്യമാണ് എനിക്ക് പ്രധാനം. സൈന്യങ്ങളുടെ യഹോവ നമുക്ക് അത്യല്പമായ ഒരു ശേഷിപ്പ്, ഒരല്പമായ ശേഷിപ്പ് വെച്ചിരുന്നില്ലെങ്കിൽ നാം സോദോം പോലെ ആകുമായിരുന്നു, ഗോമോറയ്ക്ക് സദൃശ്യമാകുമായിരുന്നു. സോദോമും ഗോമോറയും ഒരല്പം പോലും മിച്ചം വെക്കാതെ കംപ്ലീറ്റ് കർത്താവ് കത്തിച്ചു കളഞ്ഞു. അതാണ് ഇന്ന് ചാവുകടലായിട്ട് കിടക്കുന്നതെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. സ്തോത്രം. അപ്പോ സോദോമും ഗോമോറ എങ്ങനെ ഇരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? സുന്ദരമായിരുന്ന സ്ഥലമാണ്. ലോത്ത് തല പൊക്കി നോക്കിയപ്പോൾ നീരോട്ടമുള്ള സ്ഥലമെന്ന് കണ്ട സ്ഥലമാ സോദോമും ഗോമോറയും. പിൽക്കാലത്ത് സോദോമിന്റെയും ഗൊമോറയുടെയും ഒരു മുകുളം പോലും ശേഷിപ്പിക്കാതെ മുഴുവൻ കർത്താവ് ആകാശത്തൊന്ന് തീയിറക്കി ദഹിപ്പിച്ചു കളയുകയും അവിടെ ഇന്ന് കടലാക്കി മാറ്റുകയും ചെയ്തു. അതാ അവിടെ പറയുന്നത്, കർത്താവ് ഇസ്രായേലിൽ കുറച്ച് മിച്ചം വെച്ചതുകൊണ്ടാണ് ഇന്ന് ഇസ്രായേൽ ഉള്ളത്. അല്ലാതിരുന്നെങ്കിൽ സോദോം പോലെയാകുമായിരുന്നു. പറഞ്ഞതിന്റെ അർത്ഥം പിടിയിരുന്നല്ലോ. അതുപോലെ നശിക്കുമായിരുന്നു. ഈ പദമാണ് ഞാൻ എടുത്ത് സംസാരിക്കുന്നത്. അങ്ങനെ ആകുമായിരുന്നു, ഇങ്ങനെയാകുമായിരുന്നു അല്ലേ? ഇസ്രായേലിന് മേന്മ ഉണ്ടാകുമായിരുന്നു, ഉണ്ടായില്ല. ഇസ്രായേലിനെ കർത്താവ് പൂർണ്ണമായി നശിപ്പിച്ചു എങ്കിൽ സോദോം പോലെ ആകുമായിരുന്നു. കണ്ടോ? പൂർണ്ണമായി നശിപ്പിച്ചില്ല. ഇന്നത്തെ കുറിവാക്യത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കർത്താവിനെ രക്ഷകനെന്ന് അറിഞ്ഞു എങ്കിൽ കൊള്ളാമായിരുന്നു. അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലുണ്ടോ? ഇതാണ് നമ്മൾ ഇന്ന് എടുത്തു പോകുന്ന റൂട്ട് മാപ്പ് എന്ന് പറയുന്നതാണ്. സ്വതന്ത്രം. അപ്പോ ഇസ്രായേൽ ശരിക്കും കർത്താവിനെ വിട്ട് പാപത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ കർത്താവ് ഇസ്രായേലിനെ രക്ഷിക്കുവാൻ ന്യായാധിപന്മാരെയും രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും മാറി മാറി വിട്ടിട്ടും ഇസ്രായേൽ ഗുണം പിടിക്കാത്തൊരു അന്തരീക്ഷം വരുമ്പോഴാണ് ദൈവം തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നത്. ആ ഏകജാതൻ മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി യെരൂശലേമിലേക്ക് കടന്നു പോകുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ ലൂക്കോസ് വിശേഷത്തിൽ നമ്മൾ ദർശിച്ചത്. സ്തോത്രം. ലൂക്കോസ് വിശേഷത്തിൽ നമ്മൾ ഇന്ന് വായിച്ച വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, യേശു നഗരത്തിന് സമീപിച്ചപ്പോൾ എന്നുള്ള ഒരു വാക്യം പറഞ്ഞിട്ടാണ്. സ്തോത്രം. ഞാൻ ആ ഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുവരാം. ലൂക്കോസ് വിശേഷം 19-ാം അധ്യായം 41-ാം വാക്യം വായിക്കാം. അവൻ നഗരത്തിന് സമീപിച്ചു. കണ്ടോ? യേശു നഗരത്തിന് സമീപിച്ചു. യേശു യെരൂശലേം നഗരത്തിലേക്ക് വരുന്ന രംഗമാണ്. അതിന്റെ 2-3 വാക്യം പുറകിലേക്ക് ഇറങ്ങി വായിച്ചാൽ നമുക്ക് രംഗം അറിയാം. നമുക്ക് പരിചയമുള്ള ഒരു വാക്യമാണ്. ഒന്ന്, യേശു യെരൂശലേമിലേക്ക് വരുന്ന വഴി യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ അവിടെ ചെന്ന്
ആൾക്കാർ വേണ്ടാതെ മാറ്റിക്കെട്ടിയിരിക്കുന്ന കഴുതയെയും കഴുതക്കുട്ടിയെയും കാണും. നിങ്ങൾ അതിനെ അഴിച്ചുകൊണ്ട് വരണം. ആരെങ്കിലും ഇതിനെന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ മതി, അല്ലേ എന്ന് പറഞ്ഞ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ അങ്ങനെ ആൾക്കാർ ചെയ്യാറില്ല. ചിങ്ങം 1 വരുന്നതിന്റെ തലേ രാത്രി, അല്ലേ, ചിങ്ങം 1 1-ാം തീയതി എന്ന് പറയുന്നത്, അതിന്റെ തലേ രാത്രി ഒരു പൊട്ടിയ കലവും ഒരു കുറ്റിച്ചൂലും വീടിന്റെ വെളിയിൽ കൊണ്ടുവച്ചിരിക്കും. ഞാൻ ഹിന്ദുക്കളെ കുറിച്ചാണ് പറയുന്നത്, ക്രിസ്ത്യാനികൾ അതുപോലും കളയാറില്ല. അപ്പൊ ഇതുകൊണ്ട് വെളിയിൽ കൊണ്ടുവെക്കും. ബാക്കിയെല്ലാം ശുദ്ധീകരണം കഴിഞ്ഞു, ഇത് 2 ഉള്ളൂ, മിച്ചം ഇത് 2 ഉള്ളൂ എന്നും പറഞ്ഞിട്ട് കൊണ്ടുവെക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം കഴിഞ്ഞിരിക്കുന്നു, അതിന്റെ തെളിവായിട്ടാണ് ഈ സാധനം കൊണ്ടുവെക്കുന്നത്. ഇത് വേണ്ട, ഉപേക്ഷിക്കുന്ന കാലം. വിദേശ രാജ്യത്തൊക്കെ അവർ ഉപയോഗിച്ചിട്ട സാധനം വേണ്ടെങ്കിൽ, ഇപ്പൊ സെറ്റി ആയിക്കോട്ടെ, കട്ടിലായിക്കോട്ടെ, മെത്ത ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, വേണ്ടെങ്കിൽ അവരവരുടെ വീടിന്റെ വെളിയിൽ എടുത്തു വെച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എടുത്തോണ്ട് പോവാം. മനസ്സിലാണ്ടോ? ഇഷ്ടമുള്ളവർക്ക് എടുത്തോണ്ട് പോവാം. ഇവിടെ ഒരു സാധനം അങ്ങനെ വെളി വെക്കുകയല്ല, അകത്തിരുന്നാൽ പോലും ആൾക്കാർ എടുത്തോണ്ട് പോകും. വെളിയിൽ വെക്കേണ്ട ആവശ്യമില്ല. അതാണ് അവിടുത്തെ രാജ്യം നമ്മുടെ രാജ്യം തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ രാജ്യം വലിയ ഡെവലപ്ഡ് ആണ്, അകത്ത് കയറി എടുത്തോണ്ട് പോകും. അപ്പൊ അതങ്ങനെയാണ്. അപ്പോ അവിടെ നിന്ന് ആരും അകത്തൊന്നും കയറി എടുത്തോണ്ട് പോകത്തില്ല, അങ്ങനെയൊന്നും റിസ്ക് എടുക്കുകയല്ല. അപ്പൊ ഇവിടെ പുറത്തു വെച്ചിരിക്കും, അല്ലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോണ്ട് പോവാം. അതുപോലെ ഇവിടെ ആർക്കും വേണ്ടാത്ത ഒരു കഴുതയെയും 2 പിള്ളേരെയും മാറ്റി കെട്ടിയിരിക്കുകയാണ്. ആർക്കും വേണ്ട, എടുത്തോണ്ട് പോവാം. എങ്കിലും ആരെങ്കിലും എടുത്തോണ്ട് പോയാൽ ചിലപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന യൂണിയൻകാർ ചോദിക്കും, ഇതെന്തിനാന്ന് ചോദിക്കും. സോദരം, അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയണം. സോദരം, അങ്ങനെ ആർക്കും വേണ്ടാതെ കിടന്ന കഴുതകളായിരുന്നു നമ്മളെയൊക്കെ കർത്താവ് വിളിച്ചോണ്ട് വന്നുകൊണ്ടാ ഗുണം പിടിച്ചതില്ലേ? അല്ലാതെ ഗുണം പിടിച്ചവരുണ്ടോ എന്ന് എനിക്കറിയാല. കർത്താവ് വിളിച്ചതുകൊണ്ട് നമ്മളൊക്കെ ഗുണം പിടിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു ഓഫീസിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ട് ഞാൻ ഇരിക്കുമായിരുന്നു, നയാ പൈസയ്ക്ക് ഗുണമില്ലാതെ, അല്ലേ? പൈസയൊക്കെ കിട്ടും, വലിയ കാര്യമൊന്നുമില്ല. കാരണം ഞാൻ അന്നേ എഡ്യൂക്കേറ്റഡ് ആണ്, അതുകൊണ്ട് എവിടെ പോയി ടെസ്റ്റ് എഴുതിയാലും പൈസയൊക്കെ കിട്ടും, വലിയ കാര്യമൊന്നുമില്ല. അത് ഞാൻ ഇന്നും ചിന്തിക്കുകയായിരുന്നു, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ MLA അതിൻ്റെ മേളിൽ എന്തെങ്കിലുമൊക്കെ ആയേനെ. സ്വന്തം രാഷ്ട്രീയത്തിൽ ഞാൻ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ റേഞ്ചിൽ അങ്ങ് പോയിരുന്നെങ്കിൽ, ആരെങ്കിലും തല്ലിക്കൊന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയേനെ. കാരണം എനിക്ക് വർത്തമാനം പറയാനുള്ള കഴിവ് അന്നേ ഉണ്ട്. സ്വതന്ത്രം അതുകൊണ്ട് ഈ വിഷയത്തിന് നടുക്കോട്ട് ഇട്ട് കൊടുത്താൽ വർത്തമാനമൊക്കെ ഞാൻ സുന്ദരമായിട്ട് പറയും. സ്വതന്ത്രം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അതുകൊണ്ട് എവിടെ പോയാലും നമുക്ക് ജീവിക്കത്തക്കതേ ഉള്ളൂ. അതുകൊണ്ട് എന്തായി എന്ന് ചോദിച്ചാൽ, ഇതായത് ഞാനൊരു പ്രസംഗകനായത് എൻ്റെ യേശുവിൻ്റെ വചനം പ്രസംഗിക്കാൻ, ലോകത്തിന്റെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലും വ്യത്യസ്ത രാജ്യങ്ങളിലും പോകാൻ ദൈവം എന്നെ നിയോഗിച്ചത് ഈ കഴുതയായി മാറ്റിക്കെട്ടിരുന്നതിനെ കർത്താവ് ഉപയോഗിച്ചത് കൊണ്ടാണ്. സ്തോത്രം. നിശ്ചയമായിട്ടും അതുകൊണ്ട് തന്നെയാണ്. അത് ഇവിടെ ഇരിക്കുന്ന ആർക്ക് മൈക്ക് കൊടുത്താലും അത് തന്നെയാണ് അവർക്ക് പറയാനുള്ള സാക്ഷ്യം. അപ്പൊ അതുപോലെ ഇവിടെ മാറ്റിക്കെട്ടിയിരുന്ന കഴുതയെ കർത്താവ് കൊണ്ടുവന്ന് അതിന്റെ പുറത്ത് കർത്താവ് കോപ്പിട്ട് അതിന്റെ പുറത്ത് കർത്താവ് കയറിയിരുന്നു. എന്നിട്ട് കർത്താവ് യെരൂശലേമിലേക്ക് പോവാണ്. ആ പോകുന്ന പോക്കാണ് നമ്മൾ ഈ കാണുന്ന പോക്ക്. യേശു ഇങ്ങനെ പോകുമ്പോൾ ചുറ്റുപാടുള്ള ആൾക്കാര് ഇപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു പരവതാനി വിരിച്ചിരിക്കുന്നുണ്ടോ? ഇങ്ങേറ്റം വരെ വിരിച്ചിരിക്കുന്നുണ്ടോ? അത് നമുക്ക് വരാൻ വേണ്ടി വിരിച്ചിരിക്കുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? അതാണ് കർത്താവിന്റെ മക്കളായതുകൊണ്ട് അതിന്റെ പാട്ടുകാർക്കും അതിന്റെ പ്രസംഗർക്കും ഒക്കെ വരാൻ വേണ്ടി ഇങ്ങനെ പരവതാനി വിരിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈറ്റ് അടക്കം വിട്ട് തന്നിട്ടുണ്ട്. എന്തിനാണ്? ആ ദൈവമക്കൾക്ക് വരാൻ വേണ്ടിയിട്ടാണ്. എന്താ നിങ്ങളൊരു ഉഷാറില്ലാതിരിക്കുന്നത്? കണ്ടിട്ട് പിടിച്ചില്ല എന്ന് തോന്നുന്നു. അത് തന്നെ, ഈ പരവതാനി നമുക്കിട്ടത് പിടിച്ചില്ല. അത് കുഴപ്പമില്ല. നമുക്ക് 2 ഫാന് ഉണ്ടോ, കൂളർ, ഈ സെറ്റപ്പ് എല്ലാം ഉണ്ട്. ചൂട് ഇപ്പം എന്നിട്ട് മാറുന്നില്ല എങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഇതെല്ലാം കർത്താവിന്റെ മക്കളെന്ന കെയർ ഓഫിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സാധനങ്ങളാണ്. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്കും ഇത് സ്വന്തമാക്കാം. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, കർത്താവിന്റെ മക്കളെന്ന നിലയിൽ നമുക്കിതുപോലെ ഒരുപാട് കാര്യങ്ങൾ ലഭ്യമാവുകയാണ്. അതുപോലെ ഇവിടെ കഴുതപ്പുറത്ത് യേശു വരുമ്പോൾ ആൾക്കാര് ഇല വെട്ടി കുരുന്തിലകൾ, എന്താ പറയാ, തളിരിലകൾ വെട്ടി കഴുതയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. വാസ്തവത്തിൽ കഴുതയ്ക്കല്ല ഇട്ട് കൊടുത്തത്, കഴുതയുടെ പുറത്ത് യേശു ഇരിക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ സ്വാഭാവികമായും കഴുത വിചാരിച്ചു എനിക്കായിരിക്കും വിട്ടിരിക്കുന്നതെന്ന്. അങ്ങനെ ചില കഴുതകൾ വിചാരിക്കുന്നവരുണ്ട്. മനസ്സിലാകുന്നുണ്ട് സ്വതന്ത്രം. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ ഇരിക്കുമ്പോൾ കൈയടിക്കുന്നതെന്നും അത്ര പിടിക്കാറില്ല. പിന്നെ 2 ദിവസമായിട്ടാണ് നമ്മളങ്ങ് വിട്ടിരിക്കുന്നത്. സ്വതന്ത്രം. ഇല്ലെങ്കിൽ ഞാൻ ആദ്യത്തെ ദിവസം ബ്ലോക്ക് ചെയ്ത് സംസാരിക്കാറുണ്ട്. സ്വതന്ത്രം. ഇപ്പം 2 ദിവസം ആയതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങ് വോട്ടത് നമ്മൾ വെക്കുന്നതാണ്. കാരണം അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങളൊക്കെ പ്രസംഗിക്കുക, നമ്മൾ കർത്താവിൻ്റെ ജോലിക്കാരാണ്. നമ്മളെല്ലാവരും ചേർന്ന് കൈയടിക്കേണ്ടത് നമ്മുടെ കർത്താവിനാണ്. ഞാൻ പറഞ്ഞത് ഗ്രഹിക്കാൻ പറ്റുന്നു. ഇനി ചിലർക്ക് കൈയടിച്ചില്ലേ വിഷമം ഉണ്ടാവും. സ്വതന്ത്രം. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ അടിച്ചു കൊടുക്കണം, ആഴ്ച തകർത്തു കൊടുക്കണം. നമുക്ക് വിഷയമില്ല. കാരണം നമുക്ക് അത് വിഷയമേ. നമ്മളെ കർത്താവിൻ്റെ പണിക്ക് വിളിച്ചിരിക്കുന്നതാണ്. സ്തോത്രം. നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു, പഴയ നിയമത്തിൽ ദാവീദും ബാക്കി പാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ദാവീദിന് വേണമെങ്കിൽ ദാവീദിന് ഫ്രണ്ട് പല്ലക്കിൽ ദാവീദിന് പോകാം. എന്നിട്ട് ദാവീദിന്റെ കൂടെ കുറെ പേര് സ്തുതി പാടകന്മാർ അവർ ഇങ്ങേർക്ക് പാടിക്കൊടുക്കും.
രാജാവ് ദീർഘായുസ്സോടിരിക്കട്ടെ, രാജാവ് സൂപ്പറാണ്, രാജാവിന്റെ തല സൂപ്പറാണ്, രാജാവിന്റെ തൊപ്പി ഇങ്ങനെയാണ്, പൊക്കി പാടാൻ വേണ്ടി പാട്ടുകാരുണ്ട് ഇവിടെ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ്. പക്ഷെ രാജാവ് അവരെ ആരെയും കൊണ്ട് അയാളെ പൊക്കി പാടിപ്പിക്കാൻ നിൽക്കുന്നില്ല. രാജാവ് അവരുടെ കൂടെ ചേർന്ന് നിന്ന് യഹോവയ്ക്ക് മഹത്വം കൊടുക്കുകയാണ്. നമ്മൾ അതാ ചെയ്യേണ്ടത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കാൻ പാടില്ല. സ്വതന്ത്രം നമ്മൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ ദൈവത്തിന് മഹത്വം കരയറ്റണം. നമ്മളെല്ലാം ഒരേ ടൈപ്പ് ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നു, ഈ പണി ഏൽപ്പിച്ചിരിക്കുന്നു എന്ന കാരണത്താൽ പ്രസംഗിക്കുന്നു എന്നതൊഴിച്ചാൽ നിങ്ങളും തമ്മിൽ വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, മാനിക്കണം, വല്ലാതെ പൊക്കാൻ പാടില്ല. കർത്താവിനെ പൊക്കുന്ന പൊക്ക് നമ്മൾ തമ്മിൽ പൊക്കാൻ പാടില്ല. അത് പിശാച് നമുക്ക് വെക്കുന്ന ഒരു കെണിയായിരിക്കും. സ്വതന്ത്രം ലെറ്റ്സ് കം ഡൗൺ. ഇവിടെ കഴുതയ്ക്കല്ല ഇല വെട്ടി ഇട്ട് കൊടുത്തത്, യേശുവിനാണ്. പക്ഷേ കഴുതയ്ക്കാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നു. ഈ കുരുത്തോലയ്ക്ക് എന്തോ പ്രാധാന്യമുണ്ടെന്ന് നാട്ടിലെ സഭക്കാരും തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ടാണ് അവർ പെസഹ പെരുന്നാളിന്റെ തൊട്ട് മുമ്പ് ഒരു ദിവസം കുരുത്തോല പെരുന്നാൾ വയ്ക്കും. എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് എല്ലാവർക്കും ഓരോ ഓലക്കാല് കൊടുക്കും, ഇല്ലേ? നാട്ടിലെ പള്ളിക്കാരങ്ങനെയാണ്, ഓരോ ഓലയുടെ കാല് കൊടുക്കും. അത് അവർ സന്തോഷത്തോടെ കൊണ്ടുപോകും. കാരണം സഭയിൽ പോയാൽ വേറെ ഒന്നും കിട്ടാനില്ല. വർഷത്തിലൊരിക്കൽ ഓരോ ഓലക്കാല് കിട്ടുന്നതേ ഉള്ളൂ. എന്നാൽ ഒരു മുഴുവൻ ഓലയെങ്കിലും കൊടുക്കട്ടെ, അത് കൊടുക്കുക. ഇടവകയിൽ അത്രയ്ക്കത്ര വിശ്വാസികളല്ലേ ഉള്ളൂ. ഓല ശേഖരിച്ച് വെച്ചിട്ട് എല്ലാവർക്കും ഓരോ ഓലയൊക്കെ കൊടുക്കണം, അല്ലേ? അങ്ങനെ കൊടുക്കുകയല്ല, ഒരു കാല് തരും. അതിൽ സംതൃപ്തരായി വിശ്വാസികൾ പോകും. ഞാൻ പല വിശ്വാസികളും ചോദിച്ചു, ഇതെന്തിനാണ് ഈ കാല്? അവർക്കും അറിയില്ല, കൊടുത്ത അങ്ങേർക്കും അറിയില്ല. ഇവർ കൊണ്ടു നടക്കുകയാണ്. എന്താ സാധനം അറിയാവോ? ഈ കഴുതപ്പുറത്ത് യേശു വന്നപ്പോൾ അന്ന് ഇല വെട്ടി ഇട്ട് കൊടുത്തത് കൊണ്ട് വിശ്വാസികൾക്ക് ഒരു ഓലയില, അല്ലേ? അപ്പൊ എല്ലാ കഴുതകൾക്കും സമാധാനമായി. നമുക്കും കിട്ടിയല്ലോ ഒരു ഓലക്കാല്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? എന്റെ പൊന്നു ദൈവമക്കളെ, നിങ്ങളെ ഓലക്കാലോട്ട് തിരിച്ചു കൊടുക്കണം. എടുത്തോളം പറയണം, നമുക്ക് വേണ്ടാന്ന് പറയണം. ഓലക്കാല് കൊണ്ടു കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ കഴുതയെ തന്നിരിക്കും. നമുക്ക് കഴുതയും വേണ്ട, നമുക്ക് വേണ്ടത് അതിന്റെ മുകളിൽ ഇരിക്കുന്ന നമ്മുടെ നസ്രായനായ യേശുവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കിട്ടാതെ നിങ്ങൾക്ക് ബാക്കി എന്ത് തന്നാലും നിങ്ങൾ അടങ്ങരുത്. നമുക്ക് ആവശ്യം നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെയാണ്. മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല. ഇവിടെ യേശു ക്രിസ്തു ഇങ്ങനെ കഴുതപ്പുറത്ത് കയറി പോവുക. അപ്പൊ ആൾക്കാരെല്ലാം പാടാൻ തുടങ്ങി കേട്ടോ. ദാവീദ് പുത്രൻ ഹോശാന. സ്വാഭാവികമായും പാടണം, കാരണം കർത്താവല്ലേ. അപ്പൊ പരീശന്മാർ വന്നിട്ട് യേശുവിന്റെ അടുക്ക വന്നിട്ട് പറയാ, പിന്നെ യൗമാരടുത്ത് മിണ്ടായിരിക്കാൻ പറയണം. കാര്യം യൗമാരെല്ലാരും കൂടെ നിന്നെ രാജാവെന്ന് പറയുന്നു. അത് അവർക്ക് പിടിക്കുകയല്ല കേട്ടോ. യേശുവിനെ ദൈവപുത്രൻ നമ്മൾ പറയുന്നതാണ് മുസ്ലിം ലോകത്തെ ആകമാനം ഇളക്കിയിരിക്കുന്നത്. അവിടെ അവന്മാർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ വളക്കും. ഇന്ന് എനിക്ക് ഒരു വീഡിയോ ഇട്ടു. ഒരു വീഡിയോ അല്ല, അവൻ്റെ ശബ്ദരേഖ ഇട്ട് തന്നു. കർത്താവിനെ കുറിച്ച് 4 തെറി പറഞ്ഞിട്ടിരിക്കുകയാണ്. ഞാൻ അവന് ഉഷാറായിട്ട് തിരിച്ചിട്ട് കൊടുത്തു. ഞാൻ ചോദിച്ചോട്ടെ, നീയൊക്കെ എല്ലാം കൂടി ഈ കേരളത്തെ കുട്ടിച്ചോറാക്കുമോ? പിന്നെ ഒരു 4 വർത്തമാനം കൂടി. സ്വതന്ത്രം എന്തായാലും കാലം തീരാറായി. ഇവരെ 4 പറഞ്ഞിട്ട് തന്നെ കാര്യം. സ്വതന്ത്രം അത് ഫേസ് ടു ഫേസ് ആണ്, അല്ല ചുമ്മാ പിന്നെ മൈക്കിലൂടെ ഒന്നും അല്ല, ഫേസ് ടു ഫേസ്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടോ? അപ്പൊ യൗമാർക്കെല്ലാം എന്താ മെനകേടെന്ന് ചോദിച്ചാൽ യേശു ദൈവമാണെന്ന് പറയുന്നതാണ് യൗമാരുടെ മനപ്രയാസം. സ്വതന്ത്രം ഇവിടെ പരീശന്മാർ വന്നിട്ട് യേശുവിൻ്റെ അടുത്ത് പറയാം, അതേണ്ട യൗമാരെല്ലാവരും കൂടെ നിന്നെ രാജാവെന്ന് വിളിക്കുന്നു. യൗമാരത്തെ മിണ്ടാതിരിക്കാൻ പറയണം. കർത്താവ് പറയാം, യൗമാർ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. കല്ലുകൾ ഭാവിയിൽ വിളിച്ചു പറയും ഞാൻ ദൈവമാണെന്ന്. ഇന്ന് ലോകത്തെ എമ്പാടും സകലമാന ജനവും വിളിച്ചു പറയുകയാണ് നമ്മുടെ നസ്രായനായ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന്. സ്വത്രം അതുകൊണ്ട് അതിലൊരു ഭാഗമാകാൻ നമുക്ക് കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. സ്വത്രം കർത്താവിനെ ദൈവപുത്രൻ എന്ന് വിളിച്ചു പറയാൻ, കർത്താവിനെ അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട വർഗമാണ്. ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ യേശു ക്രിസ്തു ആൾക്കാരുടെ നടുവിലൂടെ വരികയാണ്. അപ്പൊ ശിഷ്യന്മാരെല്ലാം കൂടെ ഉണ്ട് കേട്ടോ, വലിയ സന്തോഷത്തോടെ വരികയാണ്. അപ്പൊ ഇവര് നേരെ വന്ന് യെരുശലേമിലെ മെയിൻ ഗേറ്റിന് അകത്തോട്ട് കടന്നു. ഗോൾഡൻ ഗേറ്റ് എന്ന് പറയും. ആ ഗേറ്റിന് അകത്തോട്ട് കടന്നു. അകത്തോട്ട് കടന്നിട്ട് യേശു പോകുമെന്ന് ഇവർ പ്രതീക്ഷിച്ചത് വലത്തോട്ടാണ്. വലത്തോട്ട് പോയാൽ അവിടെ കൊട്ടാരമാണ്. അങ്ങോട്ട് പോകുമെന്നാണ് ഇവർ പ്രതീക്ഷിച്ചത്. പക്ഷെ യേശു പോയത് ഇടത്തോട്ടാണ്. ഇടത്തോട്ട് പോയാൽ യെരുശലേം ദൈവാലയമാണ്. അപ്പൊ യെരുശലേം ദൈവാലയത്തിലേക്ക് പോകാൻ യേശു ഇടത്തോട്ട് തിരിയുമ്പോൾ ശിഷ്യന്മാരെല്ലാം അങ്ങ് നിന്നു. ശിഷ്യന്മാർ നല്ല പാടിക്കൊണ്ട് നിന്നതാണ്. രാജാവേ ജയ ജയൊക്കെ വിളിച്ച് പാടിക്കൊണ്ട് നിന്നതാണ്. കാരണം ഇത് കഴിഞ്ഞാൽ ഉടനെ യുവമാർക്ക് മന്ത്രിമാരാവണം. ഇന്നിപ്പോ കേരളത്തിൽ ഉടനീളം കോൺഗ്രസ്സുകാർ കൊടിയും പിടിച്ച് ഭയങ്കര ബഹളമാണ്. യുവമാരുടെ വിചാരം എനിക്ക് തോന്നുന്നു ഭരണം അവർക്ക് കിട്ടിയെന്ന് വല്ലതും തോന്നിയോ എന്നൊരു സംശയമുണ്ട്. ഏതാണ്ട് റിലേ പോയതുപോലെ കേരളത്തിലുടനീളം ഓടി നടക്കണം. ആകെ തൃക്കാക്കര ഒരു സീറ്റ് കിട്ടിയാണ്. ആ സീറ്റ് കിട്ടിയതിൽ ഒരുപാട് കാര്യമുണ്ട്. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരം അതിൻ്റെ അകത്തുണ്ട്, കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ ഇവരുടെ ഈ ഓട്ടോ ഇന്നിപ്പോ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ പല സ്ഥലത്തും ഭയങ്കര ബഹളം വെക്കുകയാണ്. സ്വതന്ത്രം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇവർക്ക് ഈ ബഹളം വെച്ചിട്ട് വീട്ടിൽ പോകാനൊക്കെ വേറെ കാര്യമൊന്നുമില്ല ഇതിനകത്ത്. കാരണം നാളെ പിണറായി തന്നെയാണ് മന്ത്രി.
പഴയ കാര്യങ്ങൾ തന്നെയാണ് നടക്കാൻ പോകുന്നത്. രാവിലെ കേരളയിലെ കുറ്റിയായിട്ട് പോകും, കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ നടക്കും. ഇവിടെ വേറെ വ്യത്യാസമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ന് രാത്രി കൊണ്ട് ഈ ബഹളം വെക്കാന്നല്ലാതെ വേറെ പ്രത്യേകതയൊന്നുമില്ല. ഇവിടെ അതുപോലെ എന്താണ് സംഭവം എന്നറിയാതെ ശിഷ്യന്മാരടങ്ങുന്ന ഒരു വലിയ വിഭാഗം യേശുവിന്റെ പിറകെ കൂടി ഒച്ചപ്പാട് വെച്ച് വരുന്നു. പക്ഷേ യേശു ഇടത്തോട്ട് തിരിഞ്ഞ് യെരൂശലേം ദൈവാലയത്തിലേക്ക് പോകാൻ തിരിഞ്ഞപ്പോ ശിഷ്യന്മാരങ്ങ് നിന്നു. പാട്ട് നിർത്തി, ഭജനെ നിർത്തി. ഇവർ മിണ്ടാതിരിക്കുക. കാര്യം ഇവർ പറയാ, കർത്താവേ, നമുക്ക് അങ്ങോട്ട് പോയിട്ട് വേറെ ഡ്യൂട്ടിയൊന്നുമില്ല, നമുക്ക് കൊട്ടാരത്തിലാണ് പോവേണ്ടത്. നമുക്ക് അവിടെ ചെന്ന് പീലാത്തോസിനെ ഇറക്കണം, എന്നിട്ട് നമുക്ക് അവിടെ കൊട്ടാരത്തിലിരിക്കണം. നീ മുഖ്യമന്ത്രിയായിട്ടിരിക്കും, ഞാൻ പത്രോസ് പറയാണ് ഞാൻ ആഭ്യന്തരമന്ത്രിയാവാം, പിന്നെ നമ്മുടെ ഫിനാൻസ് മന്ത്രിയായിട്ട് നമ്മുടെ യൂതയുണ്ട്. ഇങ്ങനെ ടീമുകളെല്ലാവരും നിൽക്കുകയാണ്, നമുക്ക് സെറ്റായിട്ട് മന്ത്രിസഭ ഉണ്ടാക്കാം. ഇതാണ് ഇവരുടെ പ്ലാൻ. ദൈവരാജ്യം സ്ഥാപിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ഒരു കത്തീഡ്രൽ സെറ്റപ്പ് വരുമെന്നാണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷേ കർത്താവ് പറഞ്ഞു, എനിക്ക് അവിടെ ഒരു പണിയില്ല, എനിക്ക് ഇങ്ങോട്ടാണ് പണി. ഇത് പറയുമ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാകാതെ വരുമ്പോഴാണ് കർത്താവ് ഈ ശിഷ്യന്മാരെ നോക്കിയിട്ടാണ് അവൻ നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ, വായിക്കാം 41, അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെ കുറിച്ച് കരഞ്ഞു. വായിക്കേ, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത്, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇസ്രായേൽ അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു. സ്തോത്രം. അതിന് തൊട്ടു മുമ്പ് യോഹന്നാൻ സ്നാപകൻ നാടുനീളെ വിളിച്ച് പ്രസംഗിച്ചിരിക്കുകയാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. പക്ഷെ യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്ന സ്വർഗരാജ്യം അവിടെ തന്നെ ഭരണം മാറാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ അങ്ങനെ ആൾക്കാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിണറായി ഇപ്പം മാറിപ്പോകും, നരേന്ദ്രമോദി ഇപ്പം മാറിപ്പോകും, ജോ ബൈഡൻ ഇപ്പം മാറിപ്പോകും, ഇവരെല്ലാം മാറിപ്പോയിട്ട് ദൈവമക്കൾ ഇവിടെ ഭരിക്കാൻ പോവുകയാണെന്നൊക്കെ ചിലർ ഇങ്ങനെ കൊതിയൂറിയിരിക്കുന്നുണ്ട്. അതിനു വേണ്ടി ഒന്നുമല്ല കർത്താവ് നമ്മളെ വീണ്ടെടുത്തത്. കർത്താവ് ഇന്ന് ബഹുമാനപ്പെട്ട ദൈവാസനം വായിച്ച വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, പിതാവിലും വിശ്വസിപ്പീൻ, സ്വർഗത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങളെ ചേർത്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. അല്ലാതെ ഇവിടെ നമ്മളെ MLA ആക്കാം, മന്ത്രിയാക്കാം എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഒരു സെറ്റപ്പ് ചെയ്യുന്നേ ഇല്ല. നമ്മളെ കൊണ്ട് കർത്താവ് സ്വർഗത്തിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ഒരു ഭരണവും നമുക്കില്ല, ഒരു പരിപാടിയും നമുക്കില്ല, നമ്മളെ ഒന്നിനായും കർത്താവ് വിളിച്ചിട്ടില്ല എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇവിടെ സ്വർഗരാജ്യം സ്ഥാപിക്കാൻ പോകുന്നു, ദൈവരാജ്യം സ്ഥാപിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എർത്ത്ലി വൺ. അത് ഭൗമികമായ ഒന്നല്ല, അത് കംപ്ലീറ്റ് ആയിട്ട് സെലസ്റ്റിയൽ ആയിട്ടുള്ള ഒന്നാണ്, ആത്മീകമായിട്ടുള്ള ഒന്നാണ് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ല, നമുക്ക് അക്കരെ നാട്ടിലേക്കാണ് പോകാനുള്ളത്. സ്തോത്രം. അപ്പൊ കർത്താവിനെ കുറിച്ച് ഇവിടെ പ്രസംഗിച്ചു വരുമ്പോൾ ഒരു ദിവസം യേശുക്രിസ്തു യോർദാന്റെ കരയിലൂടെ ഇങ്ങനെ വരിക. അപ്പോൾ യേശുക്രിസ്തുവിനെ യോഹന്നാൻ പരിചയപ്പെടുത്തി കൊടുക്കുക പൊതുജനത്തിന്. ഇതാണ് ലോകത്തിന്റെ പാപത്തെ ചുമക്കാൻ വരുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സ്തോത്രം. പക്ഷേ യഹൂദന്മാർ കുറച്ചുപേർ യേശുവിനെ സ്വീകരിക്കുന്നു, കുറച്ചുപേര് സ്വീകരിക്കുന്നില്ല. പക്ഷേ യോഹന്നാൻ ഒരു ഉപദേശത്തിൽ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ അയാൾ അവിടുത്തെ ഹെരോദിനെതിരെ സംസാരിക്കുന്നു. സ്വത്രം. യേശുക്രിസ്തുവിന്റെ സ്നാനം നടക്കുന്നു, അതിനുശേഷം ഹെരോദിനെതിരെ സംസാരിക്കുന്നു. അങ്ങനെ ഹെരോദാവിന്റെ ഭാര്യക്കെതിരെ സംസാരിച്ചത് കൊണ്ട് യോഹന്നാൻ സ്നാപകൻ കൊല്ലപ്പെടുകയാണ്. ഞാൻ ഈ പദങ്ങളൊക്കെ ഓടിച്ചോടിച്ച് പറഞ്ഞു പോകുന്നത് എൻ്റെ മെയിൻ പോയിന്റിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തി, യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തി ജനത്തോട് ചേർക്കുന്നു. ദെൻ യോഹന്നാൻ കൊല്ലപ്പെടുകയാണ്. അടുത്ത് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മുട്ടുവേദന മാറ്റുക, പല്ലുവേദന മാറ്റുക, പിന്നെ ചൊറി ചിറങ്ങുക, ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഭേദപ്പെടുത്തുകയല്ല യേശുവിന്റെ പണി. യേശു അങ്ങനത്തെ ഒരു പരിപാടിക്കല്ല വന്നത്. യേശു വന്ന് മലമേൽ കയറിയിരുന്നിട്ട് പ്രസംഗം തുടങ്ങുകയാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. കേട്ടോ, അവിടെ തുടങ്ങുകയാണ്. യേശു പ്രസംഗിക്കുന്നത് മുഴുവൻ ദൈവരാജ്യം ഫോക്കസ് ചെയ്താണ്. പിന്നെ നോക്കിയപ്പോ വൈകുന്നേരം ഒരുപാട് ആൾക്കാർ വന്നിരിക്കുക. അപ്പൊ വന്നിരിക്കുന്നവരിൽ ചിലർക്ക് വയ്യ, അല്ലെ, ചിലർക്ക് കണ്ണ് കാണാൻ മേല, ചിലർക്ക് ചെവി വേദന, ചിലർക്ക് മുടന്തര്, ഇങ്ങനെ പല ഐറ്റം വന്നിട്ട് ഇവിടെ അങ്ങനെ പലരും വന്നിട്ടുണ്ട്. സ്വതന്ത്രം. അങ്ങനെ ഒരുപാട് ആൾക്കാർ വരും. അപ്പൊ യേശു ദൈവമല്ലേ? അപ്പൊ കർത്താവ് ഇങ്ങനെ നോക്കിയപ്പോ എടാ പാവം കാല് മേലാതെ ആൾക്കാർ വരിക. ഇത് കണ്ടപ്പോ കർത്താവിനൊരു വിഷമം തോന്നിയിട്ട് കർത്താവ് അവർക്ക് അങ്ങ് സുഖം കൊടുത്തു. കർത്താവ് ഇവരെന്തിനാ വിളിച്ചു വരുത്തിയേ? പ്രസംഗം കേൾക്കാനാ. പ്രസംഗം കേട്ടതിന് ശേഷം ഇരിക്കുന്ന ആൾക്കാരുടെ ഇരിപ്പ് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നിയിട്ട് കർത്താവ് അവരെ സുഖപ്പെടുത്തി. പക്ഷെ പുറത്തെല്ലാ ആൾക്കാർ എന്ന് പറഞ്ഞത് പ്രസംഗത്തിന്റെ മഹത്വമല്ല, മുട്ടുവേദന മാറിയതിന്റെ കാര്യമാണ്. പിറ്റേന്ന് മുട്ടില്ലാത്ത എല്ലാവരും വരാൻ തുടങ്ങി. അങ്ങനെ കംപ്ലീറ്റ് മുടന്തന്മാരായി, കുരുടന്മാരായി, ജഗടന്മാരായി, പിന്നെ ആംബുലൻസിൽ വരാൻ തുടങ്ങി. അങ്ങനെ കംപ്ലീറ്റ്
ഈ പ്രസംഗം അങ്ങ് മാറി, പിന്നെ കലാപരിപാടി മാത്രമായിട്ട് മാറി. ഇന്നിപ്പോൾ കൺവെൻഷനൊക്കെ അങ്ങനെയാണ്, മിക്കവാറും കൺവെൻഷൻ അങ്ങനെയാണ്. പ്രസംഗമൊന്നുമില്ല, ബാക്കിയൊന്നും ആരും പറയാറില്ല. മൊത്തം ഇങ്ങനെ തൊടാൻ പോകുന്നു, ഇത് ചെയ്യാൻ പോകുന്നു, അത് ചെയ്യാൻ പോകുന്നു. പിന്നെ എന്താ പറയുക, ഓക്സിജൻ പിടിച്ചുകൊണ്ട് രോഗിയെ കൊണ്ടുവരുന്നു, പല പരിപാടികൾ. ചിലത് ഒറിജിനലായിട്ട് വരുന്നു, ഒറിജിനലായിട്ട് തന്നെ തിരിച്ചു പോകുന്നു, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരുന്നു, അവകൾ സുഖമാവുന്നു. ഇങ്ങനെ ഒരുപാട് കലാപരിപാടികൾ. കർത്താവ് സുഖമാക്കുകയെന്നല്ല, കർത്താവ് സുഖമാക്കും, പക്ഷെ കർത്താവിൻ്റെ പണി അതല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ട് അതിന് കൂട്ടാനായിട്ട് ദോശ ഉണ്ടാക്കിയതല്ല, ദോശയ്ക്ക് കൂട്ടാനായിട്ട് ചമ്മന്തി ഉണ്ടാക്കിയതാണ്. നമ്മളിപ്പോൾ ഇതിനെ നേരെ തിരിച്ചു കളഞ്ഞു. അതാണ് ഇപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം. സ്വത്രം നമ്മളിപ്പോൾ എല്ലാം ഇത് ഫോക്കസ് ചെയ്ത് കളഞ്ഞു അല്ലേ. കർത്താവ് ഇത് ചെയ്യാൻ പോവാണ്, അത് ചെയ്യാൻ പോകണം, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അത് വചനം അങ്ങോട്ട് കേൾക്കുക. കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വചനത്തിനകത്താണ് പറഞ്ഞിരിക്കുന്നത്. സ്വത്രം അതോടുകൂടെ സൗഖ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ആ ഭാഗത്ത് നിൽക്കട്ടെ. ഇവിടെ യേശു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗം വളരെ സുന്ദരമായി പ്രസംഗിച്ച് അവതരിപ്പിക്കുമ്പോൾ ഇസ്രായേൽ യേശുവിനെ കൈക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. വളരെ ശ്രദ്ധിക്കണം. യേശു അതാ പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്വീകരിച്ചു എങ്കിൽ കൊള്ളാമായിരുന്നു, ഞാൻ വന്നത് നിങ്ങളുടെ സമാധാനത്തിനാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു എങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷെ ഇസ്രായേൽ തിരിച്ചറിയുന്നില്ല. ഇസ്രായേൽ യേശുവിനെ കൈക്കൊള്ളാത്ത അന്തരീക്ഷം വരുമ്പോൾ യേശു അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നം ഈ ജനത്തിന്റെ വിഷമം മാറുക എന്നുള്ളതാണ്. രണ്ടാമത് യേശു അത്ഭുതം ചെയ്തതിന് ഒരു ടാസ്ക് കൂടി, ഒരു ഉദ്ദേശം കൂടി ഉള്ളത് യേശു ദൈവപുത്രനാണെന്ന് ജനത്തിന് മനസ്സിലാവാനാണ്. പക്ഷേ ഇവർക്കാർക്കും മനസ്സിലായില്ല അല്ലേ. യേശു ക്രിസ്തു കാനായിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കി. വാസ്തവത്തിൽ യേശു ദൈവപുത്രനാണെന്ന് മനസ്സിലാവാനാണ് ഇത് ചെയ്തത്. പക്ഷെ നാട്ടിലെ കുടിയന്മാർക്ക് അത് വേറെ രീതിയിലാണ് ഇൻട്രസ്റ്റ് ആയത്. മനസ്സിലാണ്ടോ? പിറ്റേന്നായപ്പോ ഒരു പള്ളിയിൽ അച്ഛൻ നിക്കോദിമോസ് ഒരു പെപ്സി ബോട്ടിൽ വെള്ളവുമായിട്ട് രാത്രിയിൽ യേശുവിനെ കാണാൻ ചെല്ലുകയാണ്. അവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വെള്ളം വീഞ്ഞാക്കുക, അടിച്ചെവിടെയെങ്കിലും കിക്കായിട്ട് കിടക്കുക. മനസ്സിലാകുന്നുണ്ടോ? അതിനാ മൂപ്പർ വന്നത്. രാത്രിയിൽ വന്നിരിക്കുക. കാരണം ഇനി വീശുക, കിടന്നുറങ്ങുക. ഫുഡും കഴിഞ്ഞിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത്. കർത്താവിന്റെ അടുക്ക് വന്നിട്ട് കർത്താവിനെ പൊക്കി പറയാ, ഗുരു നീ സ്വർഗത്തിൽ നിന്ന് ഉപദേശിയായിട്ട് വന്നെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴത്തേക്ക് കർത്താവിന് അവന്റെ രോഗം മനസ്സിലായി. കർത്താവ് തിരിഞ്ഞു നോക്കിയിട്ട് പറയാ, ഇല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ, പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകാൻ പറ്റുകയില്ല. പിന്നെ അവൻ നിന്ന് ചൊറിയാണ്. അപ്പൊ കർത്താവ് പറയാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ല. പിന്നെ അവൻ പണങ്ങിപ്പോ കളഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? വീണ്ടും ജനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അവന് ദേഷ്യം വന്ന് കുപ്പി ദൂരെ കളഞ്ഞിട്ട് അവൻ കളഞ്ഞു. കാരണം അവൻ വന്നത് വേറെ ഉദ്ദേശത്തിനാണ്. ഇങ്ങനെ ഒരുപാട് പേര് പെന്തക്കോസ്ത് സഭകളിൽ വരുന്നുണ്ട്. സ്വതന്ത്രം കുപ്പിയിൽ വെള്ളമായിട്ട് വരും, വന്ന് പതുക്കെ മിണ്ടാതെ മിടുക്കന്മാരെ പോലെ ഇരുന്നിട്ട് ഈ കുപ്പിയിൽ വെള്ളവും പറഞ്ഞിട്ട് വാങ്ങിച്ചോണ്ട് പോകും. ഈ ഏരിയയിലൊന്നും അങ്ങനെ കാണുകയില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുകയില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കേരളത്തിൻ്റെതും തമിഴ്നാട്ടിൻ്റെതുമായ എല്ലാ സെറ്റപ്പും വന്നു ചേരുന്ന ഒരു സ്ഥലമാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ എല്ലാ ഉടായ്പിൻ്റെ ആൾക്കാരും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. സ്വത്രം അല്ലേ. ഞാൻ എവിടെയോ കൺവെൻഷൻ മീറ്റിംഗിന് പോയി ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക റാമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും ആൾക്കാർ കുപ്പി കൊണ്ട് നിറച്ചു വെച്ചിരിക്കുകയാണ്. എണ്ണ, പിന്നെ എന്താ പറയുക ഈ വെള്ളം, എല്ലാ ഐറ്റവും. സ്വത്രം ഞാൻ പാസ്വേഡ് വെച്ച് ഇതെന്തിനാണ് സാധനങ്ങൾ? ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറയുന്നുണ്ടോ? ബുദ്ധിയില്ലാത്ത ചിലരാണെങ്കിൽ ഓരോ കുപ്പിയായിട്ട് എടുത്ത് തുറന്ന് അതിനകത്ത് കൈയിട്ട് പ്രാർത്ഥിച്ച് കൊടുക്കും. അങ്ങേര് ബുദ്ധിയുള്ള ആളായതുകൊണ്ട് അങ്ങേരെല്ലാം തുറന്നു വെച്ചോളാൻ പറഞ്ഞു. കൈ ഇങ്ങനെ വെച്ച് ഒറ്റപ്പിടിപ്പീര്. അവർക്ക് സമാധാനം, അങ്ങേർക്ക് സമാധാനം. സ്വതന്ത്രം. ഇത് അവിടെ വേളാങ്കണ്ണി പള്ളിയിലും പോയാൽ, പിന്നെ എടത്തുവലൊക്കെ പോയാൽ അവിടെ ടാപ്പ് വെച്ചിട്ടുണ്ട്. ടാപ്പിന്റെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ച വെള്ളം. പ്രാർത്ഥിച്ചൊന്നും അല്ല, കടലിൽ നിന്ന് അടിച്ചു കയറ്റുന്നതാണ്, നിങ്ങൾക്ക് എടുത്തോണ്ട് പോവാ. ഞാൻ പറഞ്ഞത് മനസ്സിലാണ്ടോ? എന്തിനാണ് ഈ അനാവശ്യ പരിപാടികൾ? നമുക്കാവശ്യം ക്രിസ്തുവിനെയാണ്. ഇതൊക്കെ ഉടായ്പുകാരെ പറ്റിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഓരോ പരിപാടികളാണ്. സ്തോത്രം. ആവശ്യമുണ്ട് കേട്ടോ. ചില ആൾക്കാർക്ക് പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ, ആദ്യമായിട്ട് കൃപയിലോട്ട് വരുന്നവർക്ക് അവരുടെ അകത്തേട്ട് ക്രിസ്തു ഉറപ്പായിട്ടില്ല, അവർ വിശ്വാസത്തിൽ ഉറച്ചിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് വെള്ളമൊക്കെ കൊടുക്കാം. ഇത് 40 കൊല്ലമായ വിശ്വാസിക്ക് പിന്നെയും പ്രാർത്ഥിച്ച് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കിയേ. ഉണ്ടാതിരിക്കുക, എല്ലാം പ്രാർത്ഥിച്ച് എണ്ണയും വീട്ടിൽ വെച്ചിട്ടിരിക്കുക, തൈലം തൂക്കും പോലെ തൂത്തോണ്ടിരിക്കുക. സ്വതന്ത്രം. അവിടെ ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഞാൻ പറഞ്ഞ ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? ദൈവമക്കളെ, നമ്മുടെ അകത്ത് ക്രിസ്തു ആവണം. സ്വതന്ത്രം. ക്രിസ്തു നമ്മളിൽ ഉരുവാകണം, ക്രിസ്തു നമ്മളിൽ പൂർണ്ണമാകണം. അതാ കർത്താവ് നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലാതെ പിന്നെ ഈ വെള്ളം കുടിച്ചുകൊണ്ട് നടക്കുകയല്ല കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സി, ഇവിടെ യേശുവിനെ സ്വീകരിക്കാൻ ആരും തയ്യാറാകാതെ വരുമ്പോൾ, സ്വതന്ത്രം, യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന യേശു വന്നതിന്റെ ഉദ്ദേശം ഞാൻ ഒറ്റ വാക്കിൽ ഓർപ്പിക്കാം. ഇസ്രായേലിനെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. വാക്യങ്ങൾ ഒന്നും എടുത്ത് വായിക്കാൻ സമയമില്ല. ഇസ്രായേലിനെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് യേശു വരുന്നത്. പക്ഷേ ഇസ്രായേലിൽ ആരും യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, അവർ തള്ളിക്കളയുകയും ചെയ്തു. ഒരു ദിവസം യേശു അത്ഭുതങ്ങളൊക്കെ ചെയ്ത്
ക്ഷീണിച്ചൊരു വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക, അത്ഭുതമൊക്കെ ചെയ്ത് ക്ഷീണിച്ചിരിക്കുക. അപ്പോഴത്തേക്ക് ഒരു സ്ത്രീ യേശുവിനെ കാണാൻ വേണ്ടി വന്നത് ഒരു കനാന്യ സ്ത്രീയാണ്. സ്തോത്രം. കനാന്യരെന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ട ആൾക്കാരാണ്, അവർ വരാൻ പാടില്ല. അപ്പൊ ഈ സ്ത്രീ അവിടെ വന്നേച്ച് അവളുടെ മകൾക്ക് ഭൂതബാധയാണ്. അപ്പൊ ശിഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് യേശുവിനെ ഒന്ന് കാണണം, എൻ്റെ കൊച്ചിന് ഭൂതബാധയാണ്, സുഖമാകണം. ശിഷ്യന്മാർ പിടികൊടുത്തില്ല. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്ക പറഞ്ഞു, കർത്താവേ ദേണ്ട ഇങ്ങനെ ഈ പെണ്ണുമ്പിള്ള വന്ന് നിപ്പുണ്ട്, അവളുടെ കൊച്ചിന് ഭൂതബാധയാണെന്ന് പറയാണ്. കർത്താവ് മൈൻഡ് ചെയ്തില്ല, മിണ്ടാതിരുന്നു. പിന്നെയും സ്ത്രീ അസഖ്യപ്പെടുത്തി. ശിഷ്യന്മാർ വന്ന് ഗുരുവിനെ അസഖ്യപ്പെടുത്തിയപ്പോൾ കർത്താവ് പറഞ്ഞു, പിന്നെ ഞാൻ വന്നത് എൻ്റെ പിള്ളേർക്ക് ഇച്ചിരി ബ്രെഡ് കൊണ്ടുവന്നതാണ്. കർത്താവ് ഈ ഡയലോഗാണ് പറഞ്ഞത്, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ വന്നത് എൻ്റെ പിള്ളേർക്ക് ബ്രെഡ് കൊണ്ടുവന്നതാണ്. ഈ വന്ന് നിൽക്കുന്ന കനാന്യ സ്ത്രീ അത് ശപിക്കപ്പെട്ട ജാതിയാണ്, എൻ്റെ പിള്ളേർക്ക് കൊണ്ടുവന്ന ബ്രെഡ് അവർക്ക് കൊടുക്കാൻ പറ്റില്ല. കണ്ടോ? ശരിക്കും ഇന്നായിരുന്നെങ്കിൽ ഭയങ്കര കേസും വഴക്കുമായേനെ കേട്ടോ. സ്വതന്ത്രം. കാരണം അത് ഭയങ്കര ജാതി പറഞ്ഞിലാണ്. സ്വതന്ത്രം. അപ്പോ വളരെ സ്ട്രോങ് ആയിട്ട് കർത്താവ് പറയാ, നിനക്ക് തരാൻ വേണ്ടിയില്ല, പിള്ളേർക്ക് കൊണ്ടുവന്ന ബ്രെഡാണ്. ഇവള് വിട്ടില്ല. ഇവൾ അകത്തേക്ക് കയറിയിട്ട് പറഞ്ഞു, കർത്താവേ മേശയിൽ നിങ്ങൾ പിള്ളേർക്ക് വിളമ്പിക്കോളൂ, എനിക്ക് വേണ്ട. പക്ഷെ മേശയിൽ നിന്ന് വീഴുന്ന കഷ്ണം വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് വേണം. അവിടെ കർത്താവ് പറയുന്നത്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിച്ചിരിക്കുന്നു, നിന്റെ കൊച്ചിന്റെ ബാധ ഒഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. പിന്നീടാണ്, ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷമാണ് രക്ഷ ജാതികളിലേക്ക് ഒഴുകുന്നത്. അതുവരെ പുറജാതിക്കാരായിരുന്ന എനിക്കും നിങ്ങൾക്കും നായ്ക്കളായി പോലും കണക്ക് കൂട്ടിയിട്ടില്ലാത്ത നമുക്കാർക്കും ഈ രക്ഷ ഉണ്ടായിരുന്നില്ല. മഹാദൈവം നമ്മളോട് കൃപയാൽ കാണിച്ചതാണ് ഈ രക്ഷ എന്ന് പറയുന്നത്. സ്തോത്രം. അത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന പദവി, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അത് ഇന്നയാളെന്നൊന്നുമില്ല, ഏവർക്കും ദൈവമക്കളാകാം. ഇത് നാട്ടിൽ ഒരിടത്തും ഇല്ല കേട്ടോ, ഒരു മതത്തിലും ഇല്ല. ഇത് ദൈവമക്കളാകാൻ എല്ലാവർക്കും അവസരം യേശുക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. മറ്റെവിടെ ചെന്നാലും ആണാണോ പെണ്ണാണോ എന്ന് നോക്കണം, ജാതി നോക്കണം, വിദ്യാഭ്യാസം നോക്കണം, ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. പക്ഷെ ക്രിസ്തുവിൽ ഒരു ക്രൈറ്റീരിയയും ഇല്ല. യേശുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയാൻ ഒരാൾ തയ്യാറായാൽ അയാൾ രക്ഷിക്കപ്പെടുകയാണ്. അയാൾ കർത്താവിനോട് ചേരാൻ മനഃപൂർവ്വം തയ്യാറായാൽ അയാളെ സ്നാനപ്പെടുത്താം. കണ്ടോ? പക്ഷെ ഇത്ര അയാൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഞാൻ കർത്താവിനോട് ചേരാൻ ഞാൻ തയ്യാറാണെന്നും ഈ ലോകത്തെ തള്ളിക്കളയാൻ ഞാൻ തയ്യാറാണെന്നും അയാൾ വാക്കു പറയണം. അതുകൊണ്ട് ലോകം തള്ളിക്കളയാൻ അയാൾ തയ്യാറെന്ന് പറയുമ്പോഴാണ് നമ്മൾ സ്നാനത്തിനിറക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്നാനത്തിനിറക്കുമ്പോൾ ആഭരണം ഊരുന്നത്. കാരണം അതൊരു ശവടക്കല്ലേ. ശവടക്കിന് ആരും ആഭരണം ഇട്ടുകൊണ്ട് പോകാറില്ലല്ലോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നാട്ടിൽ ഏതെങ്കിലും ശവടക്കിന് ഏതെങ്കിലും ശവം മാലയിട്ടുകൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ടോ? പോവുകയല്ല. അന്തസ്സുള്ള ഒരു ശവവും പോവുകയല്ല. എല്ലാ ശവവും ഇട്ടിരിക്കുന്നത് ഇമിറ്റേഷൻ ആണെങ്കിൽ പോലും എല്ലാം അഴിച്ചു മാറ്റും. ഒറിജിനൽ ആണെങ്കിൽ ചത്തത് പറയുന്നപ്പോൾ മക്കൾ ഊരിയെടുക്കും അല്ലേ? അവരിങ്ങനെ നോക്കി നിൽക്കുന്നത് ശ്വാസം പോയിടണ ഈ സാധനം ഊരാനാണ്, അല്ല സ്നേഹം കൊണ്ട് കാത്തു നിൽക്കുന്നതല്ല. ഇമിറ്റേഷൻ ആണെങ്കിൽ പോലും എല്ലാം ഊരി മാറ്റും. വെള്ള സാരിയെ കൊടുപ്പിച്ച് കിടത്തിയിരിക്കുന്നുണ്ട്, ഈ ഇരിക്കുന്ന ആളാണെന്ന് നമുക്ക് തോന്നത്തേ ഇല്ല. മനസ്സിലായോ ആവോ ഞാൻ പറഞ്ഞത്? അല്ലേ? പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊരു വെള്ളം ഉടുപ്പിടാൻ പറഞ്ഞാൽ വലിയ റിസ്ക് ആണ്. അതാണ് നമ്മൾ ചത്തു എന്ന് ഉറപ്പ് വരുത്തുന്നത്. അതുകൊണ്ട് ഒരു വെള്ളം ഉടുപ്പെങ്കിലും ആയുസിലിട്ട് ശീലിക്കണം. ഇപ്പം നിങ്ങൾ ചുവപ്പും കറുപ്പും ഒക്കെ ഇപ്പം തൽക്കാലത്തേക്ക് ഇട്ടോളൂ. സ്വർഗത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു ഉടുപ്പെങ്കിലും ഇട്ടൊന്ന് ശീലിക്കണം. കാരണം സ്വർഗത്തിൽ വെള്ളം മാത്രമേ ഉള്ളൂ. അത് മെനക്കെട്ട അങ്കിയാണ്, വെള്ള നിലയങ്കി എന്നാണ് പറയുന്നത്. നമ്മുടെ ബോഡി ഷേപ്പ് ഒന്നും കിട്ടാനും സാധ്യതയില്ല. അതുകൊണ്ട് ഇച്ചിരി ലൂസുള്ള ഒരെണ്ണം ഇട്ട് ശീലിക്കണം. മൊത്തം അങ്ങനെ ഇടണമെന്ന് ഞാൻ പറയില്ല. സ്വതന്ത്രം ഒരെണ്ണമെങ്കിലും ഇട്ട് ശീലിക്കണം. സ്വർഗത്തിൽ പോകാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ. നരകത്തിൽ പോകാനാണ് ഉദ്ദേശമെങ്കിൽ എന്തിട്ടാലും കുഴപ്പമില്ല, ഇട്ടില്ലേലും കുഴപ്പമില്ല. നരകത്തിൽ ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയും ആകാം. മനസ്സിലാകുന്നു എന്ന് ഞാൻ കരുതുകയാണ്. സ്വതന്ത്രം. ദൈവമക്കളെ, ദൈവമക്കളാകുന്നവൻ ലോകത്തെ വെറുക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വളരേണ്ടിയിരിക്കുന്നു. ലോകത്തെ വെറുക്കുന്നവൻ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടാം. ഇന്നലെ ഞാൻ ഓർപ്പിച്ചു, നമുക്ക് ഈ കൃപയിലേക്ക് വരാൻ വിശ്വാസം മൂലമാണ് വഴി തുറന്നു കിട്ടിയിരിക്കുന്നത്. വിശ്വാസം മാത്രമാണ് അതിന് നിദാനം. വേറെ ഒരു പൈസയുടെ ചെലവും അതിന്റെ പുറകിലില്ല. പക്ഷേ ജാതികൾക്ക് രക്ഷ കൈവന്നപ്പോൾ ഇസ്രായേലിന് സംഭവിച്ചത് നാശമായിരുന്നു. ഇസ്രായേൽ താല്പര്യത്തോടെ നിന്നിരുന്നത്, യേശുവിനെ തള്ളുവാൻ അവനെ പ്രേരിപ്പിച്ച പ്രധാന ഘടകം 930 ശലോമോൻ പണിതു കൊടുത്ത ദൈവാലയം, 606 നെബൂഖദ്നേസർ പൊളിച്ചടുക്കിയ ദൈവാലയം, 444 പുതുക്കി പണിത ദൈവാലയം, 168 അന്ത്യോക്കസ് എപ്പിഫാനസ് പന്നിയെ കൊണ്ട് യാഗം വെച്ച് നശിപ്പിച്ചു കളഞ്ഞ ദൈവാലയത്തിൽ
46 കൊല്ലമെടുത്ത് ദൈവാലയം പുതുക്കി പണിതതായിരുന്നു യഹൂദന്റെ പ്രൗഢി. അതായിരുന്നു അവൻ എടുത്തു പറയാനുണ്ടായിരുന്നത്. ഞങ്ങളുടെ ദൈവാലയം. കർത്താവ് പറഞ്ഞത്, ഈ കല്ല് പൊളിച്ചു കളയടോ, ഈ ദൈവാലയം പൊളിച്ചു കളാ, ഞാനിതിനെ 3 ദിവസം കൊണ്ട് പണിയാം. അതുകൊണ്ടാണ് അവർ യേശുവിനെ കൊല്ലാൻ പ്ലാൻ ചെയ്തത്. യേശുക്രിസ്തു പറഞ്ഞ വരാനിരിക്കുന്ന ദൈവരാജ്യം ഇസ്രായേൽ സ്വീകരിക്കാതെ വരുമ്പോൾ ഇസ്രായേലിനെ പുറത്തോട്ട് മാറ്റിയിട്ട് കർത്താവ് ജാതികളായിരുന്ന നമുക്ക് കൃപയിലേക്ക് വരാൻ അവസരം തന്നു. ഇസ്രായേലിന് എന്താ പറ്റിയത്? ഇസ്രായേലിന് അവന്റെ AD 70 അവന്റെ അമ്പരചുംബിയായിരുന്ന അവന്റെ ദൈവാലയം പൊളിച്ചെടുക്കുകയാണ്. സ്തോത്രം. അന്നത്തെ റോമിലെ ചക്രവർത്തിയായിരുന്ന ടൈറ്റസ്, ഇതാണ് തീത്തോസ് എന്ന് പറയുന്നത്. ഈ തീത്തോസ് ചക്രവർത്തി യെരുശലേം ദൈവാലയത്തെ പൊളിച്ചു. കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവാലയം കല്ലിന്റെ പുറത്ത് കല്ലില്ലാതെ പോകുന്ന ഒരു കാലം വരും. സ്തോത്രം. അതുപോലെ സംഭവിച്ചു. AD 70 യെരുശലേം ദൈവാലയത്തിന് തീ വച്ചു. 2 കൊല്ലം കൂടി അങ്ങോട്ട് മാറുമ്പോൾ യെരുശലേം ദൈവാലയത്തിന്റെ അടിസ്ഥാനത്തിനകത്ത് സ്വർണം ഉരുകി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആനയുടെ കാലിൽ കലപ്പ വെച്ച് കെട്ടി യെരുശലേം ദൈവാലയത്തിന്റെ അടിസ്ഥാനം ഉഴുതുമറിച്ചു കളഞ്ഞു. അങ്ങനെ യെരുശലേം ദൈവാലയം കല്ലിന്മേൽ കല്ലില്ലാതെ പോയി. എല്ലാത്തിനും വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്, സമയക്കുറവ് കാരണം ഞാൻ അവിടേക്കൊന്നും കടക്കുന്നില്ല. ഒരു വീഡിയോ കാണിക്കണം, അത് മറ്റൊരു വീഡിയോ. സ്വതന്ത്രം ഞാൻ അതുകൊണ്ട് ഇവിടെ കൂടെ പെട്ടെന്ന് കടന്നു പോവുകയാണ്. അപ്പോൾ ഇവിടെ യെരുശലേം ദൈവാലയത്തെ അടിസ്ഥാനമില്ലാതെ എന്താ പറയാ, വേരോടെ പിഴുതു പറിച്ചു കളഞ്ഞു തീത്തോസ് ചക്രവർത്തി. അതിനുശേഷം 81 അയാൾ മരിക്കുന്നു. 313 ഒരു പുതിയ മതമായി ക്രിസ്തു മതത്തെ അംഗീകരിക്കുന്നു. സൂത്രം. അതുവരെ ക്രിസ്ത്യാനിറ്റിക്ക് ഭയങ്കര പീഡയായിരുന്നു. യഹൂദന്റെ ദൈവാലയം പൊളിച്ചു കളഞ്ഞു. പക്ഷെ ക്രിസ്ത്യാനിറ്റിക്ക് വളർച്ച ഭയങ്കര പരിങ്ങലായിരുന്നു. വളർച്ച പരിങ്ങൽ എന്ന് പറയാൻ ഒക്കില്ല. ക്രിസ്ത്യാനിറ്റി ക്രിസ്തുവിന്റെ ആളാണെന്ന് മനസ്സിലായാൽ അയാളെ കൊന്നുകളയും. അതുകൊണ്ടാണ് നമ്മൾ പ്രവർത്തികളുടെ പുസ്തകത്തിലെല്ലാം കാണുന്നത്, യേശുവിനോട് ചേരാൻ സ്നാനമേറ്റു, യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു എന്ന്. കാരണം യേശുവിനോട് ചേരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഒരാൾ പൊതുവിൽ ഏറ്റു പറഞ്ഞാൽ അയാളെ കൊന്നുകളയും. അതുകൊണ്ടാണ് ആദ്യ നൂറ്റാണ്ടിലെ സഭ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം സെപ്പറേറ്റ് എടുത്തു പറയാതെ യേശുവിന്റെ പേര് മാത്രം അവരെടുത്തു പറഞ്ഞു വന്നിരുന്നത്. കാരണം യേശുവിന്റെ പേര് പറഞ്ഞാൽ കൊല്ലപ്പെടും. കൊല്ലപ്പെടാൻ അവർ തയ്യാറായിരുന്നു. നമ്മൾ ഇന്നാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പേര് ഒഴിവാക്കിയിട്ട് വേറെ എന്തെങ്കിലും പേര് പറയും, അല്ലേ? കാരണം സകല ഉടായ്പും പഠിച്ചവരാണ് നമ്മൾ. അന്നത്തെ ആദ്യ നൂറ്റാണ്ടിലെ സഭയിലെ ആൾക്കാർക്ക് അത്രയും ഉടായ്പ അറിയില്ലായിരുന്നു. സ്വതന്ത്രം. ആകെ ഉടായ്പ അറിയാറുന്നത് അനന്യാസിനും ഭാര്യ സഫീറയ്ക്കുമാണ്. 2 എണ്ണത്തിന് അന്ന് തന്നെ പണി കിട്ടി. സ്വതന്ത്രം. ഇപ്പോ അതിനേക്കാൾ വലിയ പണികൾ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിലും അന്ന് പണി കിട്ടുന്നില്ല. കാരണം മഹാദൈവം നമ്മളോട് കരുണ കാണിക്കുന്നതാണ്. ദൈവം നമ്മളോട് കൃപ കാണിച്ച് നമ്മളെ ആയുസ് നീട്ടിവിട്ടിരിക്കുന്നതാണ്. ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് വെച്ച് നമ്മുടെ മേൽ കർത്താവിന്റെ കൃപ പിന്നെയും പകരുന്നതാണ്. ഇതെന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതായാലും 313 എത്തുമ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, കുസ്തന്തിനോസ് എന്ന് നമ്മൾ പറയും, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമിലെ ചക്രവർത്തിയായി വരികയും ക്രിസ്ത്യാനിറ്റിയെ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റിക്ക് ഒരു പേരുണ്ടായത്. ക്രിസ്ത്യാനിറ്റിക്ക് പേരുണ്ടായത് മാത്രമല്ല, ഒരാൾ ക്രിസ്ത്യാനി ആയാൽ അയാൾക്ക് ഒരുപാട് ആനുകൂല്യം കിട്ടാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് റേഷൻ ചിലപ്പോൾ കിട്ടുമായിരിക്കും, ഒരുപാട് ആനുകൂല്യം. ഇന്നിപ്പോൾ അങ്ങനെ പെന്തക്കോസ്തുകാർക്ക് 5 കിലോ അരിയും 1/2 ലിറ്റർ മണ്ണെണ്ണയും 1 കിലോ പഞ്ചസാരയും ഫ്രീ ആയിട്ട് കൊടുക്കും എന്നൊരു സെറ്റപ്പ് വന്നാൽ എല്ലാവരും പെന്തക്കോസാവും. അത്രയും മതി, കൂടുതലൊന്നും കൊടുക്കുകയൊന്നും വേണ്ട. 5 കിലോ അരി, 1/2 കിലോ പഞ്ചസാര, അല്ലെങ്കിൽ 1 കിലോ പഞ്ചസാര, 1/2 ലിറ്റർ മണ്ണെണ്ണ, ഇത്രയും ഫ്രീ ആയിട്ട് കൊടുത്തു നോക്കിയേ. എത്ര എണ്ണം ആയെന്ന് കേട്ടാൽ മതി. ആഭരണം ഇടാൻ പാടില്ലെന്ന് നിയമം കൊണ്ടുവന്നാൽ അപ്പം നമ്മൾ വലിച്ചു കളയും. 5 കിലോ അരി കിട്ടുന്ന കേസാണ്, ഇല്ലേ? ഉറപ്പായിട്ട് ജോലി വല്ലതും കിട്ടുമെന്ന് പറഞ്ഞാൽ ആഭരണവും മാറ്റും, കംപ്ലീറ്റ് വെള്ള സാരിയാക്കും, ഇല്ലേ? ഉറപ്പായിട്ടാക്കാൻ ഒരു സംശയമൊന്നും വേണ്ട. ഇതിനകത്ത് ആരും ആക്കാത്തിരിക്കുകയല്ല. കാര്യങ്ങളൊക്കെ അടുത്ത് വരുമ്പോൾ അപ്പോൾ ഇറച്ചിയാണ് പ്രധാനപ്പെട്ട വിഷയം. സ്വതന്ത്രം. ബാക്കിയൊക്കെ പിന്നത്തെ കാര്യമാണ്. അതുകൊണ്ട് ഇപ്പൊ ചിലർ പറയാം, അത് മാല ഇടാതിരിക്കും, മാല ഇട്ട് പിന്നെ മാറ്റാൻ ഭർത്താവ് സമ്മതിക്കരുത്. ഇതൊക്കെ ചുമ്മാ പറയുകയാണ്. 5 കിലോ അരിയുടെ കേസ് വരുമ്പോൾ ഭർത്താവും പറയും മാലയൊന്നും വേണ്ടാന്ന് പറയും. നീ ഇപ്പൊ മാല ഇട്ടിട്ട് എന്തോ കാര്യം, അരി ഇട്ടട്ടെ എന്ന് പറയും. സ്വതന്ത്രം. അതുകൊണ്ട് ഭർത്താവ് ഒന്നും അല്ല ഇവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നം ആഹാരം തന്നെയാണ് പ്രശ്നം. ഞാൻ അവിടേക്ക് തൽക്കാലം നിങ്ങളെ ഇപ്പോൾ വലിച്ചടച്ച് അടുത്ത 2 ദിവസത്തെ ഇതുകൂടെ നിങ്ങൾക്ക് മനപ്രയാസം ഉണ്ടാക്കി വെക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് കടക്കുകയാണ്. കുസ്തന്തിനോസ് വന്നിട്ട്
നാട്ടുകാർക്കെല്ലാം ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും ഒരുപാട് പേര് ക്രിസ്ത്യാനിയായി. ഈ ക്രിസ്ത്യാനിയായ ആരും രക്ഷിക്കപ്പെട്ടിട്ടായതല്ല. അതാണ് ഇതിനകത്ത് വന്ന അക്കിടി. മനസ്സിലായോ? ആരും രക്ഷിക്കപ്പെട്ടിട്ട് വന്നവരല്ല. അങ്ങനെ ഇവർ രക്ഷിക്കപ്പെടാത്തവരായി ഇതിനകത്തേക്ക് കടന്നു. അത് പിന്നീട് ശല്യങ്ങൾക്ക് കാരണമായി. ആ ശല്യങ്ങളിലേക്ക് ഞാൻ തൽക്കാലം പോകാൻ തയ്യാറാവുന്നില്ല. യഹൂദനും നാശം ആരംഭിച്ചു. ദൈവാലയത്തിലെ സഭയും തകരാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ സഭ പൊതുവിൽ അംഗീകരിക്കപ്പെട്ടു. രക്ഷിക്കപ്പെടാത്ത ആൾക്കാർ ദൈവസഭയ്ക്കകത്ത് വന്നു. അങ്ങനെ സഭയുടെ അന്തരീക്ഷം മലീമസമായി. സഭ അങ്ങനെ പോട്ടെ. ഇനി സഭയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പിന്നീട് അത് റോമൻ കാത്തലിക്കായി, പിന്നെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ആയി, വെസ്റ്റേൺ ഓർത്തഡോക്സ് ആയി, പിന്നെ ഒരുപാട് സഭകളങ്ങായി. ദൈവകൃപയുള്ള ദൈവജനം ഒരു സൈഡിലേക്ക് മാറിപ്പോയി. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം എന്താ പറയാ, ചർച്ച് ഹിസ്റ്ററിക്കകത്ത് പിന്നീട് സംഭവിച്ചു. പിന്നെ ഇപ്പോഴാണ് ഒരുവിധം ദൈവസഭകൾ ഉണർന്നു വരുന്നത്, വിശുദ്ധിയിലേക്ക് കയറി വരുന്നത്. അതും ഇച്ചിരി കാശൊക്കെയായി വരുമ്പോൾ വിശുദ്ധിയിൽ നിന്ന് തിരിച്ചിറങ്ങുന്നു. മനസ്സിലാട്ടോ? ഈ പരിവക്കേടുകളെല്ലാം പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, എക്കാലത്തും ഉണ്ടാകും. അവസാനത്തോളം കൃപയിൽ പിടിച്ചു നിൽക്കുന്നവൻ അക്കരെ നാട്ടിൽ ചെന്നെത്തും. അതുകൊണ്ട് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മുങ്ങിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓടിയെന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തില്ലെങ്കിൽ മുഴുവൻ വേസ്റ്റായി പോവും. മനസ്സിലാകുന്നു എന്ന് ഞാൻ കരുതി ആ ഭാഗം നിർത്തുകയാണ്. ഇവിടെ ഇസ്രായേൽ ദേശം വിട്ട് ഓടേണ്ടി വന്നു. AD 70 1817ഓളം കൊല്ലം ഇസ്രായേലിന് അവന്റെ സ്വന്തം നാട്ടിൽ വരാൻ കഴിഞ്ഞിരുന്നില്ല. 1847ഓളം കൊല്ലം അവന്റെ സ്വന്തം നാട്ടിൽ വരാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഒന്നാം ലോക മഹായുദ്ധ സമയം 1917 നവംബർ 2 ബാൾഫർ എന്ന ഈ ബ്രിട്ടീഷ് രാജ്യതന്ത്രജ്ഞൻ ഒരു നിയമം, ഒരു വിളംബരം പ്രഖ്യാപിച്ചു, ഒരു ഡിക്ലറേഷൻ പ്രഖ്യാപിച്ചു. അതിലൂടെ 1847 കൊല്ലത്തിന് ശേഷം, എന്ന് പറഞ്ഞാൽ AD 70 ഇസ്രായേലിന് രാജ്യം നഷ്ടപ്പെടുന്നു. 1847 കൊല്ലത്തിന് ശേഷം ഇസ്രായേലിന് അവന്റെ രാജ്യം തിരിച്ചു കിട്ടുന്നു. അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇസ്രായേലിന് അവന്റെ സ്വന്തം രാഷ്ട്രം മടക്കി ലഭ്യമാകുന്നു. പക്ഷേ എല്ലാ ഇസ്രായേലും തിരിച്ചു പോകുന്നില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. എല്ലാ ഇസ്രായേലും തിരിച്ചു പോകുന്നില്ല. അങ്ങനെ കർത്താവ് ഒരു ലോക മഹായുദ്ധം കൂടി അഴിച്ചുവിട്ടു. അതാണ് ഹിറ്റ്ലർ പോളണ്ടിനെ ആക്രമിച്ച സമയം 1935 രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. രണ്ടാം ലോക മഹായുദ്ധം കർത്താവ് അഴിച്ചുവിട്ടതിന്റെ അടിസ്ഥാന ഉദ്ദേശം ലോകത്തിലെമ്പാടും ചിതറിക്കിടക്കുന്ന ഇസ്രായേലിനെ കർത്താവിന്റെ നാട്ടിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതേസമയം ദൈവത്തെ തള്ളിക്കളഞ്ഞ ഇസ്രായേലിന് ഒരു കണക്ക് തീർക്കുകയും കൂടി കർത്താവിന് ഉദ്ദേശമുണ്ടായിരുന്നു. അങ്ങനെ കർത്താവ് യഹൂദന്മാരെ ലോകത്തിലെ വൻപൻ രാജ്യങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ 1940 ജൂൺ 22 ഫ്രാൻസ് 90,000 യഹൂദനെ കൊന്നുകളഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഉക്രൈനിൽ റഷ്യ ആൾക്കാരെ കൊന്നൊടുക്കിയതുപോലെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് യഹൂദന്മാരെ തെരഞ്ഞു പിടിച്ചു കൊല്ലാൻ തുടങ്ങി ഓരോ രാജ്യങ്ങൾ. അന്ന് ഫ്രാൻസ് 90,000 യഹൂദന്മാരെ കൊന്നു. 1940 സെപ്റ്റംബർ 6 റൊമേനിയ 3 ലക്ഷം യഹൂദന്മാരെ കൊന്നു. 41 ജൂൺ 1 ബാഗ്ദാദ് 140 പേരെ കഴുത്തറുത്തു കൊന്നു. 41 ജൂൺ 2 ഗ്രീസ് 58,000 കൊന്നു. 22 ഹംഗറി 40,000 ജൂലൈ 21 പോളണ്ട് 1,30,000. 1941 സെപ്റ്റംബർ 1 ഹംഗറി 11,000. സെപ്റ്റംബർ 3 റൊമേനിയ 600 പേരെ പള്ളിക്കകത്തിട്ട് തീ കൊളുത്തി എന്നാണ് ചരിത്രം പറയുന്നത്. ജനറൽ ഡയർ നമ്മുടെ ജാലിയൻ വാലാബാഗിൽ ഇവിടുത്തെ ഇന്ത്യക്കാരെ നിരത്തി നിർത്തി വെടിവെച്ചു കൊന്നതുപോലെ അവിടെ യഹൂദന്മാരെ 600 പേരെ പള്ളിക്കകത്തിട്ട് എല്ലാ ഡോറും അടച്ചിട്ട് കത്തിച്ചു കളഞ്ഞു. സ്തോത്രം. സെപ്റ്റംബർ 9 ചെക്കസ്ലോവേക്കിയ 75,000, ഉക്രൈൻ 33,771 പേരെയും 15 ഒക്ടോബർ മാസം 13-14 തീയതികളിൽ ഉക്രൈൻ 37,000 പേരെയും കൊന്നു. ഒക്ടോബർ 16 റഷ്യ, ഇന്നത്തെ റഷ്യ 8,000 പേരെ കൊന്നു. അന്നത്തെ സോവിയറ്റ് യൂണിയനാണ്, അവര് 8,000 പേരെ കൊന്നു. ഹിറ്റ്ലർ ഉദ്ദേശം 60 ലക്ഷം പേരെയാണ് കൊന്നുകളഞ്ഞത്. അങ്ങനെയാണ് ജർമ്മനിയെ ലോകം വെറുക്കുവാൻ കാരണമായി തീർന്നത്. ഹിറ്റ്ലറുടെ പ്രസംഗങ്ങളും സംസാരങ്ങളും ട്രെയിനിങ്ങും എല്ലാം ഇസ്രായേൽ എന്ന ജാതിയെ വകവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. നമ്മൾ യെശയ്യാവിൽ വായിച്ചു,
കർത്താവ് ഇസ്രായേലിൽ അല്പമായൊരു ശേഷിപ്പ് മിച്ചം വെക്കാതിരുന്നു എങ്കിൽ അവർ സോദോം പോലെ തകർന്നു പോകുമായിരുന്നു. ദൈവം ഒരു മഹാകരുണ കാണിച്ചു. എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിന്റെ മുകളിൽ നല്ല സുന്ദരമായ നശിപ്പിക്കൽ പ്രക്രിയ നടത്തിയിട്ടും ദൈവം അതിൽ ഒരു ശേഷിപ്പ് വയ്ക്കുവാൻ പദ്ധതിയിട്ടിരുന്നു. സ്തോത്രം. ഞാൻ ഓടിച്ചു പറഞ്ഞു വിടുവാനാണ് താല്പര്യപ്പെടുന്നത്. ഇത് ഇസ്രായേലിനെ കൂട്ടമായി കൊല്ലുവാൻ കൊണ്ടുപോകുന്ന രംഗങ്ങളാണ്. കാണാൻ കഴിയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ആ ലൈറ്റ് ഓഫ് ചെയ്യണം, ഓഫ് ആകുമെങ്കിൽ. സ്തോത്രം. അപ്പോൾ ഇത് ഇസ്രായേലിനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന രംഗങ്ങളാണ്. സ്തോത്രം. ഇത് ആൾക്കാരെ നിരത്തി, ഒരു ലൈറ്റ് മാത്രം, ആൾക്കാരെ കൊണ്ട് നിരത്തിയിട്ട് വെടിവെക്കുന്ന രംഗങ്ങളാണ്. സ്തോത്രം. ഇത് ഇസ്രായേലിനെ കൂട്ടത്തോടെ കൊണ്ട് നിർത്തിയിട്ട് അവരോട് തന്നെ വസ്ത്രം മാറ്റിക്കൊള്ളാൻ ആവശ്യപ്പെടുകയാണ്. അവർ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റിക്കോണം. സ്തോത്രം. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇവിടെ രണ്ട് എന്താ പറയാ ട്രക്ക് വന്നിട്ട് നമ്മളെടുത്ത് ഇത്രയും പേരെടുത്ത് അതിനകത്തോട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞാൽ എന്തായിരിക്കും അന്തരീക്ഷം? അല്ലേ? കയറ്റിക്കൊണ്ട് പോകുന്ന സുന്ദര രസപരമായിട്ട് എല്ലാവർക്കും സീറ്റിട്ടല്ല കൊണ്ടുപോകുന്നത്. പട്ടാളക്കാരന്റെ ട്രക്ക് അറിയാമായിരിക്കും, ഇത്രയും പൊക്കം ഉണ്ടാവില്ല, നമ്മുടെ തലയിൽ നിന്ന് പിന്നീട് ഇച്ചിരി കൂടി പൊക്കം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഒരു 8 അടി അല്ലെങ്കിൽ 10 അടിയോളം ഉയരം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനകത്തേക്ക് ഇത്രയും പേരെ, ഒരു ട്രക്കിനകത്ത് ഇത്രയും പേരെ കയറ്റിയില്ലെങ്കിൽ ഇരിക്കുന്ന ആലോചിച്ച് നോക്കൂ. ഇടിച്ചു കയറ്റി നമ്മളിങ്ങനെ ഞെരിഞ്ഞു നിൽക്കണം. കാലുമേല, തോളുമേല, ശ്വാസം മുട്ടൽ, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇടിച്ചവർ കയറ്റും. അത്രയും പേരെ കയറ്റിയിട്ട് തലയ്ക്ക് മുകളിൽ വരുന്ന ഗ്യാപ്പിനകത്തേക്ക് പിള്ളേരെ കാലിൽ തൂക്കി വലിച്ചെറിയും. അപ്പൊ നിങ്ങൾ ആ കണ്ടീഷൻ ആലോചിച്ച് നോക്കൂ. ആൾക്കാർ ഞെരുങ്ങി നിൽക്കുകയാണ്, അതിന്റെ പുറത്ത് പിള്ളേർ കിടക്കുകയാണ്. ആ രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അവർ ഓടിച്ചു പോവാണ്. ഇപ്പൊ ഇത്രയും പേര് അതിനകത്ത് കയറുന്നില്ല. ഒരു 10 പേര് മിച്ചം വന്നാൽ യൗവനക്കാരോട് പിറകെ ഓടി വരാൻ പറയും. ഇപ്പൊ ട്രക്കിൽ ആൾ നിറച്ചു പോവുകയാണ്. അതിനകത്ത് നിൽക്കുന്നവരുടെ കാര്യം പരിതാപകരമാണ്. പുറകെ ആൾക്കാരടുത്ത് ഓടി വരാൻ പറയും. അവരുടെ കാര്യം അതിനേക്കാളും പരിതാപകരമാണ്. ഓടി വരുമ്പോൾ പിറകിൽ നിന്ന് ജീപ്പിൽ അവർ വരികയാണ്. കുറെ ദൂരം ചെല്ലുമ്പോൾ ഈ ഓടുന്നവൻ ക്ഷീണിച്ചാൽ പുറകിൽ നിന്ന് വരുന്ന വണ്ടിയിൽ നിന്ന് അവർ ഷൂട്ട് ചെയ്യും, വെടിവെച്ച് വഴിയിൽ കൊല്ലും. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബന്ധുവിനെ ആയിരിക്കും വെടിവെച്ച് കൊല്ലുന്നത്. ഒന്നും ചെയ്യാനൊക്കില്ല. ചില ട്രക്കുകൾക്കകത്തവര് എഞ്ചിന്റെ സൈലൻസറിന്റെ പുക അതിനകത്തേക്ക് വിടും. അങ്ങനെയാണെങ്കിൽ ഏറെക്കുറെയുള്ളവർ ഗ്രൗണ്ടിൽ എത്തുന്നതിന് മുമ്പ് ചത്തിരിക്കും. മിച്ചമുള്ളതിനെ ഗ്രൗണ്ടിൽ കൊണ്ടിറക്കിയിട്ട് അയ കെട്ടിക്കൊടുത്തിട്ട് ഇതുപോലെ അവരുടെ വസ്ത്രം, അവസാനത്തെ വസ്ത്രം വരെ അഴിച്ച് അയലോട്ട് വിരിച്ചോളാൻ പറയും. അങ്ങനെ അവർ അഴിച്ചു വിരിക്കണം. ആരുടെ കണ്ടീഷനാണെന്ന് അറിയാവോ? ഹിറ്റ്ലറുടെ ക്യാമ്പുകളിൽ ഇസ്രായേൽ കൊടുക്കേണ്ടി വന്ന വില. എന്തിനാ ഇസ്രായേലിന് അത് ചെയ്യിപ്പിച്ചെന്നറിയാവോ? കർത്താവിനെ തള്ളിക്കളഞ്ഞതിന് കർത്താവ് ചെയ്യിപ്പിച്ച വില. ഞാനും നിങ്ങളും ഒന്ന് തിരിച്ചറിയണം. ഈ ലോകത്തിൽ വലിയൊരു പീഠാകാലം വരുന്നു. കർത്താവിന്റെ വരവ് അതിന് തൊട്ടു മുമ്പേ സംഭവിച്ചിരിക്കും. കൈവിടപ്പെട്ട് ഇവിടെ കിടന്നുപോയാൽ ഈ ലോകം കണ്ടതിനേക്കാൾ വലിയ പീഠ ഇവിടെ കിടക്കുന്ന ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും. അത് അനുഭവിച്ചാലും സ്വർഗത്തിൽ പോക്ക് നടക്കുകയല്ല. സ്വതന്ത്രം. അതുകൊണ്ട് ഇപ്പൊ ലഭ്യമാകുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആത്മാവിൽ ഓർപ്പിക്കുകയാണ്. ഇതൊക്കെ പിള്ളേരെ കൊണ്ടുവന്ന് ഉപദ്രവിക്കുന്ന രംഗങ്ങളാണ്. സ്വതന്ത്രം. ഞാൻ ഓടിച്ചു കാണിച്ചു കണ്ടോ, ഗണ്ണുമായിട്ട് നിൽക്കുകയാണ്. ആൾക്കാരെ ദൂരെ കൊണ്ടുവന്ന് വസ്ത്രം മാറ്റിക്കുന്ന രംഗങ്ങളാണ് കേട്ടോ. നിരന്ന് വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് ആൾക്കാർ നിരന്ന് നിൽക്കുന്ന രംഗം കാണുന്നുണ്ടോ? അല്പം ക്ലാരിറ്റി കുറവാണ്, കാരണം ഇവിടെ ഒരു ലൈറ്റ് കിടക്കുന്നതുകൊണ്ടാണ്. സ്തോത്രം. കണ്ടോ, ആൾക്കാരെല്ലാം വസ്ത്രങ്ങളെ കഴിപ്പിച്ച് മാറ്റിയിട്ട് നിരത്തി നിർത്തിയിരിക്കുകയാണ്. ഇവളുമാരുടെ അമ്മമാർ യേശുക്രിസ്തു യെരുശലേം ദൈവാലയത്തിൽ യേശുക്രിസ്തു സ്തോത്രം തോളിൽ എന്താ പറയാ കുരിശും വെച്ചുകൊണ്ട് യെരുശലേമിലേക്ക് നടന്നു പോകുമ്പോൾ ഇവളുമാരുടെ അമ്മമാർ റോഡിലിരുന്ന് കരയുകയായിരുന്നു. കർത്താവ് അവളുമാരെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ. അന്ന് ആരും അത് കേട്ടില്ല. അന്ന് അവർ വിചാരിച്ചത് നിസ്സാരമാണെന്ന്. പക്ഷേ കർത്താവിനെ തള്ളിക്കളഞ്ഞ അവരുടെ തലമുറ പിൽക്കാലത്ത് 1900 വർഷങ്ങൾക്ക് ശേഷം യെരുശലേമിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത വേണ്ട ഒരു വസ്ത്രം പോലും ഇല്ലാതെ ഇങ്ങനെ നിൽക്കേണ്ടി വന്ന ഗതി എത്ര ശോചനീയമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന രംഗങ്ങളാണ്. അവരെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് കേട്ടോ. ഒരു വസ്ത്രം പോലും ഇല്ലാതെ അവരെ കൊണ്ടുപോകുന്ന രംഗം, നിരത്തി നിർത്തി ഷൂട്ട് ചെയ്യുന്ന രംഗം. പിള്ളേരെ ആൾക്കാരെ നിരത്തി നിർത്തിയിട്ട് അവരുടെ ജർമ്മൻ പൗരന്മാർക്ക് പിള്ളേർക്കൊക്കെ ഗണ്ണ് കൊടുത്തിട്ട് വെടിവെച്ചോളാൻ പറയും. വെടിവെച്ച് ഭാഗ്യത്തിന് തലച്ചോറിൽ കൊണ്ട് പിളർന്ന് ചത്താൽ ഭാഗ്യം. വശക്കേടിന് വല്ലയിടത്തുമാണ് വെടികൊള്ളുന്നതെങ്കിൽ അതിന്റെ സുഖം അനുഭവിക്കാൻ പറ്റും. അവരവിടെ കളഞ്ഞേച്ചു പോകും. അതൊക്കെയാണ് അതിന്റെ ഏറ്റവും ശോചനീയമായ രംഗങ്ങൾ. തിരുവഴുത്തിൽ കർത്താവ് ഉറപ്പിച്ചു പറഞ്ഞു, നിങ്ങൾ എന്നെ തള്ളിയത് കൊണ്ട് ഞാൻ നിങ്ങളെയും തള്ളിക്കളയും. ഞാൻ വൈരികളുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുമായിരുന്നു. കഴിഞ്ഞില്ല. എന്താ കാര്യം? നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞു. മാന്യ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്, നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ എടുത്തു പറഞ്ഞു,
സ്വാഭാവിക കൊമ്പുകളെ കർത്താവ് ആദരിച്ചില്ല എങ്കിൽ നിങ്ങളെയും ആദരിക്കാതെ വന്നേക്കും. ദൈവത്തിന്റെ സ്വന്തം മക്കളെ കർത്താവ് തള്ളിക്കളഞ്ഞു എങ്കിൽ നിങ്ങളും തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് beware and careful, സൂക്ഷ്മതയുള്ളവരായിരിക്കണം എന്ന് പൗലോസ് ആവർത്തിച്ച് നമ്മളോട് ഓർപ്പിക്കുന്നു. സുന്ദരമായി ഈ സുഖേനെ ഇങ്ങനെ ജീവിച്ചിരിക്കാൻ അല്ല ദൈവം നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. ഓട്ടം ഉണ്ട്, അവകൾ ചെയ്ത് ലോകത്തിൽ ജയിക്കാനുള്ളവരാണ് നമ്മൾ, പരാജയപ്പെടാനുള്ളവരല്ലേ അല്ല. കാര്യം തിരിച്ചറിഞ്ഞവർക്ക് ഒരു സ്തോത്രം ചെയ്യാം. താങ്ക് യു ജീസസ്. ഇത് കൊച്ചു പിള്ളേരെ കൊണ്ട് ഉപദ്രവിക്കുന്നത് കൊന്ന ഡെഡ് ബോഡീസ് ആണ്. വണ്ടിയിൽ നിരത്തിയിരിക്കുന്നത് കാണുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കണ്ടോ? ഡെഡ് ബോഡി വാരി കൂട്ടിയിരിക്കുന്നത് കണ്ടോ? സ്വതന്ത്രം ഇതെല്ലാം മനുഷ്യരാണ് എന്ന വസ്തുതകൾ തിരിച്ചറിയണം. തറയിൽ കൊച്ചു പിള്ളേരെ കിടത്തിയിട്ട് ഷൂട്ട് ചെയ്ത് വെടിവെച്ച് കൊല്ലുന്ന രംഗങ്ങൾ, സ്തോത്രം, ഒരുപാട് രംഗങ്ങളുണ്ട്. ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുന്നത് കണ്ടോ? കുഴിക്കകത്ത് മുഴുവൻ ശവമാണ്, കരയച്ചത് ഇങ്ങനെ ഇരുന്ന് കൊടുക്കണം, തലച്ചോറിൽ വെടിവെക്കും. അത് കണ്ടോ? ഇരുന്ന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല, വെടിവെക്കും. ഇരുന്ന് കൊടുക്കുന്നതാണ് ബുദ്ധി, തലേ തന്നെ വെടി കിട്ടും, ചത്ത് രംഗങ്ങളാണ്. ഇതെല്ലാം ഗംഭീരമാകുന്ന കാര്യങ്ങളാണ്. കർത്താവ് നേരത്തെ യെശയ്യാ പ്രവാചകനെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവാചകൻ 5-ാം അധ്യായം 25 ഇങ്ങനെയാണ് പറയുന്നത്: അതുനിമിത്തം യഹോവയുടെ കോപം തന്റെ ജനത്തിന്റെ നേരെ ജ്വലിക്കും, അവൻ അവരുടെ നേരെ കൈനീട്ടി അവരെ ദണ്ഡിപ്പിക്കും. അപ്പോൾ മലകൾ വിറയ്ക്കുകയും അവരുടെ ശവങ്ങൾ വീഥിയുടെ നടുവിൽ ചവറുപോലെ ആവുകയും ചെയ്യും. യെശയ്യാവ് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ജനമേ, മാനസാന്തരപ്പെടില്ലെങ്കിൽ നിങ്ങളുടെ ശവങ്ങൾ ചവറുപോലെ വീഴും. ജനം ശ്രദ്ധിച്ചില്ല, ജനം ചെവിക്കൊണ്ടില്ല. വാട്ട് ഹാപ്പൻ? എന്താ സംഭവിച്ചത്? അവരുടെ ശവങ്ങൾ ചവറുപോലെ വീണു. മാന്യതയോ മക്കളെ, നമ്മൾ പരാജയപ്പെട്ടു പോകരുത്. നമ്മൾ അതീവ കരുതലുള്ളവരായിരിക്കണം. കാര്യങ്ങളെ നിസ്സാരമായി കാണരുത്. വരുന്നെടുത്ത് വെച്ച് കാണാമെന്ന് പറയരുത്. അത്ര എളുപ്പമല്ല വരുന്നെടുത്ത് വെച്ച് കാണാൻ. കർത്താവ് നമുക്കുണ്ടാക്കി വച്ചിരിക്കുന്ന ഇത്ര വലിയ രക്ഷ, അത് ശ്രദ്ധിക്കാതെ പോയാൽ, അത് ഗണ്യമാക്കാതെ പോയാൽ രക്ഷപ്പെടുക സാധ്യമല്ലേ? അല്ല. അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ കരുതലുള്ളവരായിരിക്കണമെന്ന് ഞാൻ ഒറ്റവാക്കിൽ ഓർപ്പിച്ച് ആ ഭാഗം വിടുകയാണ്. സ്തോത്രം. ഇതൊക്കെ ഇസ്രായേലിനെ കൊണ്ട് താമസിപ്പിച്ചിരുന്ന സ്ഥലങ്ങളാണ്. കുറേശ്ശെ കൊണ്ട് താമസിപ്പിച്ചിട്ട് അവരെ കൊണ്ടുവന്ന് കൊല്ലുന്ന രംഗങ്ങളാണ് ഇവകളൊക്കെ. സ്തോത്രം. കണ്ടോ? അവരെ കൊന്ന് ദഹിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ചാരക്കൂമ്പാരം നിങ്ങൾ കാണുന്നുണ്ടോ? യെഹെസ്കേലിനോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ഈ അസ്ഥിക്കൂമ്പാരം കാണുന്നുണ്ടോ? സ്തോത്രം. അതുപോലെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അസ്ഥിക്കൂമ്പാരമല്ല, ചാരക്കൂമ്പാരമാണ്. ഇസ്രായേലിനെ കൊന്ന് കത്തിച്ച് ചാരമാക്കിയിരിക്കുന്ന ചാരക്കൂമ്പാരമാണിത്. അവന്റെ ശരീരം കത്തിയ ചാരക്കൂമ്പാരമാണ്. സ്തോത്രം. യെഹെസ്കേലിനോട് കർത്താവ് ചോദിക്കുക, ഈ അസ്ഥികൾ ജീവിക്കുമോ? യെഹെസ്കേൽ പറഞ്ഞു, ഐ ഡോണ്ട് നോ. സ്തോത്രം. നമുക്ക് തീർച്ചയായിട്ടും അറിയാം, ഈ ചാരം ജീവിക്കുമോ? ജീവിക്കും. ഈ ചാരത്തിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇസ്രായേൽ എന്ന രാഷ്ട്രം 1947 സ്വതന്ത്രം 1917 ഒറ്റ രാഷ്ട്രമായി ഇസ്രായേൽ ഒരു ദിവസം കൊണ്ട് വന്നു എങ്കിൽ ഇന്ന് ലോകത്തെ വിറപ്പിക്കുന്ന രാജ്യമായി, ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള ഒരു സുന്ദര രാഷ്ട്രമായി ഇസ്രായേൽ ഇന്നും ലോകത്തിന്റെ മധ്യഭാഗത്ത് ഉഷാറായിട്ട് നിൽക്കുന്നു എങ്കിൽ, ചുറ്റും കിടക്കുന്ന ഇസ്മായേലിയ രാജ്യങ്ങളെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് എല്ലാവരോടും യുദ്ധം ചെയ്യാൻ പാകത്തിന് ഇസ്രായേൽ ഇന്ന് വമ്പൻ രാഷ്ട്രമായി വളർന്നു കഴിഞ്ഞു എങ്കിൽ, ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി കാര്യങ്ങൾ കൂടി സംഭവിക്കുക തന്നെ ചെയ്യും. അവകൾ അടുത്ത റേഞ്ചിലേക്ക് കടക്കുന്നതിന്റെ തലേ രാത്രിയിൽ നമ്മുടെ കർത്താവിന്റെ കാഹളം ധ്വനിക്കും എന്നുള്ളതാണ് എനിക്ക് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്. സ്വതന്ത്രം. സമയക്കുറവ് കാരണമാണ് ഞാൻ വളരെ വേഗം ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. കേട്ടോ? വസ്ത്രം പോലും ധരിക്കാൻ കൊടുക്കാതെ ജനത്തെ കൊണ്ട് നിർത്തിയിരിക്കുന്ന രംഗങ്ങൾ എത്ര ശോചനീയമായ രംഗങ്ങളാണ്. ഇവരെ രക്ഷിക്കുവാൻ കർത്താവ് ഒരുപാട് കിണഞ്ഞ് പരിശ്രമിച്ചതാണ്. കൊണ്ട് കുറേശ്ശെ താമസിപ്പിച്ചിട്ട്, നമ്മളിവിടെ ഇറച്ചിക്കോഴിയെ കൊണ്ട് കുറേശ്ശെ ഇട്ടിട്ട് കുറേശ്ശെ കൊണ്ടുവന്ന് കൊല്ലുന്നത് പോലെ കൊണ്ട് താമസിപ്പിച്ചിട്ട് കുറേശ്ശെയായി കൊല്ലുന്ന രീതി എത്ര ശോചനീയമായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര വേദനാജനകമായിരിക്കും എന്ന് ആലോചിച്ചു. കണ്ടോ? രണ്ട് കൈയും പുറകിൽ പിടിച്ചിട്ട് തലകീഴായി പിടിച്ചുകൊണ്ട് തലയിൽ ഷൂട്ട് ചെയ്ത് താഴേക്ക് തള്ളിയിടുന്ന രംഗങ്ങൾ. സ്തോത്രം. കണ്ടോ? കെട്ടിത്തൂക്കുന്ന രംഗങ്ങൾ. സ്തോത്രം. ഒരു പെങ്കൊച്ച് 10-ലധികം പട്ടാളക്കാരന്റെ ഇറച്ചിക്കൊതി തീർക്കണം. ഏത് പെങ്കൊച്ചിനാണ് പറ്റുക? ആർക്കും പറ്റില്ല. അവൾ ക്ഷീണിക്കുമ്പോൾ അവളെ കൊണ്ടുവന്ന് ഇതുപോലെ കെട്ടിത്തൂക്കും പൊതുജനത്തിന്റെ നടുവിൽ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മളെ ഇത്രയും പിടിച്ചുകൊണ്ട് പോവുകയും ഇതിന്റെ അകത്തുള്ള ആരോഗ്യമുള്ള യുവതികളെ കൊണ്ടുചെന്ന് ലൈംഗിക വൃത്തിക്ക് ഉപയോഗിക്കുകയും അവർ ക്ഷീണിച്ചു പോകുമ്പോൾ ഇതുപോലെ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കുകയും ചെയ്താൽ എന്തായിരിക്കും ഗതി? ഇവകൾ ചിന്തിക്കാനുള്ള ത്രാണി നമുക്കുണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ സുരക്ഷിതമായ സ്ഥലത്താണ് ജീവിക്കുന്നത് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. ഇവിടെ സ്ഥിരമായി ജീവിക്കാൻ കഴിയില്ല എന്നതും ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞിരിക്കണം. നമ്മുടെ കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മൾ അക്കരെ നാട്ടിലേക്ക് പോയിരിക്കണം.
ഈ ലോകത്തിലെ സമാധാനം കർത്താവ് എടുത്തു കളയുവാൻ പോകുന്നു. ഈ ലോകത്തെ നാശത്തിലേക്ക് കർത്താവ് അഴിച്ചുവിടുവാൻ പോകുന്നു. ദൈവത്തിന്റെ സ്വന്തം ജനത്തിന് ദൈവം ശിക്ഷ കൊടുത്തു. എനിക്കും നിങ്ങൾക്കും ശിക്ഷ തരേണ്ട കാര്യമില്ല. കാരണം നമ്മൾ വെളിച്ചത്തെ സ്നേഹിച്ചവരാണ്, നമ്മൾ അക്കരെ പോകുവാൻ ഒരുങ്ങി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ നാശം വിട്ടൊഴിഞ്ഞു പോകുവാൻ നമ്മൾ തയ്യാറാകണമെന്ന് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ഓർപ്പിക്കുകയാണ്. നിരത്തി കെട്ടിയിട്ടിരിക്കുന്നുണ്ടോ? സ്തോത്രം. ഇതൊക്കെ കാണണം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ചരിത്രം നമ്മൾ പഠിക്കണം. എങ്കിലേ നമുക്ക് കർത്താവിന്റെ പ്രവൃത്തി എന്താണെന്ന് ഗ്രഹിക്കുവാൻ കഴിയൂ. സ്തോത്രം. ഇതെല്ലാം വരെ കൊല്ലുന്ന രംഗങ്ങളാണ്. സമയക്കുറവ് കാരണമാണ് ഞാനിങ്ങനെ വേഗത്തിൽ സ്കിപ്പ് ചെയ്തു പോകുന്നത്. ഒരു വീഡിയോ ശകലം കൂടി ഞാനൊന്ന് കാണി. കേട്ടോ, ഇങ്ങനെ തലവത്തിനെ കെട്ടിയിട്ടാൽ അങ്ങനെ തന്നെ ഇട്ടിരിക്കും. പോൾ ഹാങ്ങിങ് എന്ന് പറയും. ഇങ്ങനെ അങ്ങ് കെട്ടിയിട്ടിരിക്കും. ചാകുന്നത് വരെ അവിടെ കിടക്കണം. ശ്വാസം പോലും കിട്ടുകയില്ല, കുടിക്കാൻ വെള്ളം പോലും കിട്ടുകയില്ല. 100 കണക്കിന് യഹൂദന്മാരാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് ഇതൊക്കെ ഭയങ്കരമാകുന്ന രംഗങ്ങളാണ്. വിശദീകരിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് തൽക്കാലം കടക്കുവാൻ തയ്യാറാകുന്നില്ല. സ്തോത്രം. എങ്ങനെയൊക്കെ അവർക്ക് ദണ്ഡിപ്പിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ദണ്ഡിപ്പിക്കുന്ന രീതി. ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടോ, കൊച്ചിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അമ്മയെ വെടിവെക്കുകയാണ്. സ്തോത്രം. എത്രയോ ദയനീയമാകുന്ന രംഗങ്ങളാണ് ഇവകൾ. സ്തോത്രം. യഹോവയെ തള്ളിക്കളഞ്ഞ ഇസ്രായേലിന്റെ പരിശുദ്ധനെ ഉപേക്ഷിച്ച് കളഞ്ഞ ഇസ്രായേലിന് വന്നത് ഇത്ര ഗംഭീരമായതായിരുന്നു എങ്കിൽ തന്റെ ഏകജാതനെ തള്ളിക്കളഞ്ഞവൻ എത്രയധികം വില കൊടുക്കേണ്ടതായി വരും. സ്തോത്രം. അതുകൊണ്ട് കാര്യങ്ങളെ നിസ്സാരമായി കാണുവാൻ ദയവായി നിങ്ങൾ ശ്രമിക്കരുതെന്ന് ഞാൻ നിങ്ങളോട് ഈ രണ്ടാമത്തെ രാത്രിയിൽ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ഒരു വീഡിയോ ഭാഗം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് ഞാൻ വേഗം വിട്ടേക്കാം. കേട്ടോ, ഇതൊക്കെ അവരെ കൊല്ലാൻ കൊണ്ടുപോകുന്ന രംഗങ്ങളാണ്. ഇതൊക്കെ അവർ ചത്തുകിടക്കുന്ന രംഗങ്ങളാണ്. കണ്ടോ, ഡ്രാഗ് ചെയ്ത് പോവുകയാണേ ഞാൻ. ഇതാണ് ആസാബ് വിളിച്ചു പറയുന്നത്, അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേട്ടു എങ്കിൽ കൊള്ളായിരുന്നു. സ്തോത്രം. കണ്ടോ, കംപ്ലീറ്റ് ശവങ്ങളാണ് കൊണ്ട് നിരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അമേരിക്കൻ പട്ടാളം, ബ്രിട്ടീഷ് സൈന്യം, അമേരിക്കൻ സൈന്യവും ഉണ്ട്. അന്ന് ജർമ്മനി പിടിച്ചെടുക്കുമ്പോൾ ആ ദേശം ശുദ്ധീകരിക്കുന്ന രംഗങ്ങളാണ് ഇവകൾ. ഇവരെയൊക്കെ ഡെഡ് ബോഡിക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ. വെടികൊണ്ടവരും ഉപദ്രവമേറ്റവരും ഒക്കെ ക്ഷീണിച്ചു പോയവരെയൊക്കെ കൊണ്ട് ഡെഡ് ബോഡിയുടെ ഇടയിൽ കൊണ്ടൊക്കെ തള്ളും. ചാകാതെ കിടന്ന ആൾക്കാർ രക്ഷപ്പെടുത്താൻ ആൾക്കാർ വന്ന് രക്ഷപ്പെടുത്തുമ്പോൾ അവർ ചിരിക്കുന്ന രംഗങ്ങളാണ് ഇതൊക്കെ. ഇതെല്ലാം ഡെഡ് ബോഡീസ് ആണ് നിരന്ന് കിടക്കുന്നത്. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റും, ഞാൻ നിങ്ങളെ സ്വദേശത്തേക്ക് കൊണ്ടുപോകും. യഹോവയെ തള്ളിക്കളഞ്ഞ ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്റെ വിധിയായിരുന്നു ഇവകളെന്ന് നമ്മൾ ഗ്രഹിക്കണം. ചരിത്രമുടനീളം നമ്മളത് പറഞ്ഞാലേ നിങ്ങൾക്കിത് മനസ്സിലാകത്തുള്ളൂ. സമയക്കുറവ് കാരണം നമ്മളുള്ളത് വെച്ച് സംസാരിച്ച് പോവുകയാണ്. കണ്ടോ, ഇത് അവരെ വേദനിപ്പിക്കുന്ന ഒരു ചെറിയൊരു രംഗമാണ്. ഇത് ഡെഡ് ബോഡീസ്. താങ്ക് യു ജീസസ്. ഇത് അവരെ ഉപദ്രവിക്കുന്നതിന്റെ ഒരു ചെറിയൊരു ഡിസ്പ്ലേ ആണ്. കണ്ടോ, ഒരു കുറ്റിയിൽ കൊണ്ടുവന്ന് കെട്ടുന്നു. യോശുവ ഭക്തൻ എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടത്തെ ജനത്തെ സേവിച്ച് നിങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിച്ചാൽ ഇവിടത്തെ ജനം നിങ്ങൾക്ക് കണ്ണിൽ മുള്ളും വിലാപ്പുറത്ത് ചമ്മട്ടിയുമാകും. കേട്ടോ, മുള്ളു വെച്ച് കമ്പിയിൽ ചുറ്റി ശരീരത്തിൽ വലിച്ചാൽ എങ്ങനെ ഇരിക്കും? അത് കെട്ടിത്തൂക്കുന്നതാണ്, നമുക്ക് തൽക്കാലം കാണണ്ട. അത് കൈ മുറുക്കി വെച്ച് വെട്ടിക്കളയുന്നതാണ്, അതും കാണണ്ട. കണ്ടോ, കർത്താവ് പറഞ്ഞെന്താ? ആസാവ് പാടിയതെന്താ? എൻ്റെ ജനത്തിന് ഞാൻ മേത്തരമായ കോതമ്പ് കൊണ്ട് തൃപ്തിപ്പെടുത്തുമായിരുന്നു. കണ്ടോ, ഇസ്രായേൽ ജനം കഞ്ഞി കുടിക്കാൻ നിരന്നു നിൽക്കേണ്ടി വരുന്ന ഗതികേട് കണ്ടോ? റേഷനരി കൊണ്ടുള്ള കഞ്ഞി കുടിക്കാൻ ഇസ്രായേൽ നിരന്നു നിൽക്കേണ്ടി വന്നു. എന്താ കാര്യം? അവർ എൻ്റെ കർത്താവിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവർ യഹോവയെ ഉപേക്ഷിച്ചു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ചു പുറകോട്ട് മാറിയിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? That's what the God is speaking. കണ്ടോ, ഇവിടെ എല്ലാം ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതെല്ലാം ഇസ്രായേലിന്റെ ഗതികേടാണ്. ഇവകൾ ശാന്തമായി ഇരുന്ന് പറഞ്ഞു തരേണ്ടതാണ്. ഈ സമയം നമുക്ക് ഓടിച്ചിട്ട് പിടിപ്പിക്കാനുള്ളതല്ല. എങ്കിലും പരിശുദ്ധാത്മാവ് എനിക്ക് ആ ഒരു നിയോഗം തന്നതുകൊണ്ട് ഞാനത് കാണിച്ച് നിങ്ങളെ പറയുകയാണ്. സ്തോത്രം.
കണ്ടോ, ഇതെല്ലാം മനുഷ്യന്റെ ഡെഡ് ബോഡിയാണ്. കണ്ടോ, കത്തിച്ചിരിക്കുന്ന ചാരക്കൂമ്പാരങ്ങളാണ്. യഹോവയെ തള്ളിക്കളഞ്ഞ, ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞ ദൈവത്തിന്റെ സ്വന്തം ജനത്തിന്റെ ഗതിയാണിതെന്നറിയണം. അവരെ മാറ്റി നിർത്തിയിട്ടാണ് പുറജാതിക്കാരായെന്ന് നമുക്ക് കർത്താവ് കൃപ നൽകിയിരിക്കുന്നത്. നമ്മളെ രക്ഷിക്കുവാൻ കർത്താവിന് കൃപ തോന്നിയിരിക്കുന്നു. മാന്യദൈവമക്കളെ, നമ്മളുടെ ഒന്നും കണ്ടിട്ടല്ല, നമ്മുടെ പദവികൾ കണ്ടിട്ടല്ല, നമ്മുടെ മാന്യതകൾ കണ്ടിട്ടല്ല, നമ്മുടെ വിദ്യാഭ്യാസം കണ്ടിട്ടല്ല. മഹാദൈവത്തിന് നമ്മളോടൊരു സഹതാപം തോന്നിയിട്ടാണ്, നമ്മളോടൊരു കരുണ തോന്നിയിട്ടാണ്. നമ്മളെ തീയിൽ തള്ളിക്കളയണ്ട എന്ന് കർത്താവിന് നമ്മളോട് ഒരു മനസ്സലിവ് തോന്നിയിട്ടാണ്. സ്തോത്രം. എത്ര ദയനീയമെന്ന് നോക്കൂ. കണ്ടോ, ഇതാ കർത്താവ് പറയുന്നത്, നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ നാല് പുറത്തും ഞെരുക്കി നിന്നെയും നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ഇതൊക്കെ പറഞ്ഞിട്ടും ഇസ്രായേൽ രക്ഷപ്പെട്ടില്ലെന്നുള്ളതാണ് പ്രത്യേകത. ഇതൊക്കെ സംസാരിച്ച് 1900 വർഷങ്ങൾ കഴിയുമ്പോൾ കർത്താവ് പറഞ്ഞത് അതുപോലെ അവരുടെ ചരിത്രത്തിൽ സംഭവിച്ചു, അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. സ്വതന്ത്രം. നമുക്ക് വേണ്ടി കർത്താവ് പറഞ്ഞു വച്ചിരിക്കുന്നത് നിങ്ങൾ മറന്നു പോകരുത്. രക്ഷയ്ക്കായി ദൈവം നമുക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്ന വഴി നിങ്ങൾ നിസ്സാരമായി കാണരുത്. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മറ്റൊരു വഴിയില്ല എന്ന് സ്തോത്രം പത്രോസ് അടക്കമുള്ള ശിഷ്യന്മാർ എടുത്തുദ്ധരിക്കുന്നത് നാം നരകത്തിൽ പോകാതിരിക്കേണ്ടതിനാണ്. സ്തോത്രം. ഇതെല്ലാം ദേശം ശുദ്ധീകരിക്കുന്നതാണ്. ഇവർ അനുഭവിച്ച പീഡകളെക്കുറിച്ചും വ്യഥകളെക്കുറിച്ചും വീഡിയോസ് നമുക്ക് ലഭ്യമല്ല. ഇത് ദേശം ശുദ്ധീകരിക്കുന്നതിന്റെ വീഡിയോസാണ് നമുക്ക് കിട്ടുന്നത്. യൂട്യൂബിൽ നിങ്ങൾ തപ്പി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. കോൺസെൻട്രേഷൻ ക്യാമ്പ്സ് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, കുറേയൊക്കെ കിട്ടും. ഇതെല്ലാം കിട്ടില്ല. കണ്ടോ, JCB കണ്ടുപിടിച്ച 1945 നമ്മളിപ്പോൾ കാണുന്നത് 48 ദൃശ്യങ്ങളാണ്. കണ്ടോ, മനുഷ്യന്റെ ശവം തള്ളിക്കൊണ്ടുവരുന്നത്. കർത്താവ് അവരെ നോക്കിയിട്ട് പറയാ, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചവരെ കല്ലെറിയുകയും ചെയ്തവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്നെ ചേർത്തുകൊള്ളുവാൻ എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. കണ്ടോ, എത്ര ഭീകരമാകുന്ന പീഡകൾ ഇസ്രായേൽ അനുഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാവോ? ഇത്ര ഭീകരമായി കർത്താവ് ഇസ്രായേലിനെ ന്യായം വിധിച്ചു, ഇസ്രായേലിനെ മാറ്റി നിർത്തി. പൗലോസ് അത് എടുത്തു പറയുന്നുണ്ട്, സ്വാഭാവിക കൊമ്പുകളെ കർത്താവ് ആദരിച്ചില്ല. അവർക്ക് തൽക്കാലത്തേക്ക് ഒരു ഭ്രംശം സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ സംഖ്യ തികയുമ്പോൾ, ജാതികളുടെ സംഖ്യ തികയുമ്പോൾ അവർക്ക് പൂർണ്ണമായിട്ടൊരു രക്ഷയുണ്ടാകും. മാന്യദൈവമക്കളെ, ജാതികളുടെ കാലം തികയുക എന്ന് പറഞ്ഞാൽ കൃപായുഗം അവസാനിക്കുക. കൃപായുഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ലഭ്യമായി കൊണ്ടിരിക്കുന്ന ഫ്രീ ആയിട്ട് രക്ഷിക്കപ്പെടാനുള്ള അവസരം. അതാണ് നമ്മളിപ്പോൾ എല്ലായിടത്തും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോട് വിളിച്ചു പറഞ്ഞാണ്, സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. അതാണ് ജോൺ പാസ്റ്റർ ഇവിടെ തുടങ്ങി വെച്ചത്. മക്കൾ മൂവരും ഇവിടെ തുടർന്ന് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ചിലർ അതിനോട് ചേർന്ന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട ജോബ് പാസ്റ്റർ, ഞങ്ങളെ ഒക്കെ ദേശത്താകമാനം നടന്ന് വിളിച്ചു പറയുന്നത് ആ സുവിശേഷമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ലേ ഇല്ല. അവനിൽ വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു കൊള്ളാൻ വചനം പറഞ്ഞിരിക്കുന്നു. കർത്താവ് നമ്മളോട് കൽപ്പിച്ചതുപോലെ നടക്കാൻ, അവരെ പഠിപ്പിച്ചു കൊള്ളാൻ, ഉപദേശിച്ചു കൊള്ളാൻ വചനം പറഞ്ഞിരിക്കുന്നു. മാന്യദൈവമക്കളെ, 1652 ഭാഷയുണ്ട് ഇന്ത്യയിൽ. അതിൽ 200 ചിൽവാനം ഭാഷകൾക്ക് മാത്രമേ ലിപിയുള്ളൂ. ഭാഗ്യവശാൽ മലയാളത്തിനും തമിഴിനും നമുക്ക് ലിപിയുണ്ട്. നമുക്ക് നമ്മുടെ സ്വന്തം ഭാഷയിൽ തിരുവെഴുത്ത് ലഭ്യമായിരിക്കുന്നു. എല്ലാ സൗകര്യങ്ങളും ലഭ്യമായിരിക്കുന്ന നമ്മൾ യേശുവിനെ സ്വീകരിക്കാതെ പോയാൽ, യേശുവിന്റെ സ്നേഹം തിരിച്ചറിയാതെ പോയാൽ, വരുവാനിരിക്കുന്ന ന്യായവിധി തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടാതെ പോയാൽ, പൗലോസ് ആവർത്തിച്ച് ചോദിക്കുന്നു, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഓർപ്പിച്ചു, റഷ്യ ഉക്രൈൻ യുദ്ധം ചിലപ്പോൾ ലോകമഹായുദ്ധമായി മാറുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ലോകമഹായുദ്ധമായി മാറിയാലും മാറിയില്ലെങ്കിലും നാളെ രാവിലെ നമ്മൾ ജീവിച്ചിരിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. നമ്മുടെ കർത്താവിന്റെ കാഹളം ധ്വനിച്ചാലും ഇല്ല, നമ്മുടെ മരണം സംഭവിച്ചാലും അക്കരെ നാട്ടിലെത്തുവാൻ പാകത്തിനാണോ ഞാൻ ഇരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. സ്വാഭാവിക കൊമ്പുകളോട് കർത്താവ് ഇത് കാണിച്ചു എങ്കിൽ നമ്മളോട് ഇതിലും അധികം കാണിക്കുവാൻ പ്രതീക്ഷയുണ്ട്, സാധ്യതയുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഓർപ്പിച്ചു, കർത്താവ് നമ്മുടെ അകൃത്യങ്ങൾക്കായി ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇന്ന് രാത്രിയെ കർത്താവിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ നമുക്ക് തയ്യാറാകാം. കർത്താവ് എടുത്തു പറയുന്നു, അയ്യോ എന്റെ ജനം അത് തിരിച്ചറിഞ്ഞു എങ്കിൽ കൊള്ളാമായിരുന്നു. ആ സാബ് എടുത്തു പറയുന്നു, അവർക്ക് പാറയിൽ നിന്നുള്ള തേൻ കർത്താവ് കൊടുക്കുമായിരുന്നു. ഇന്ന് രാത്രിയിൽ ക്രിസ്തുവാകുന്ന പാറയിൽ നിന്ന് നമുക്ക് നന്മ ലഭ്യമാകേണ്ടതിന്,
നമുക്ക് ജീവിത വിജയങ്ങൾ ലഭ്യമാകേണ്ടതിന് ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധി മൂടാം. കർത്താവെ, ഇന്ന് രാത്രിയിൽ എന്നെ ശുദ്ധീകരിച്ചിരിക്കാൻ നന്നായി എന്ന് പറയാം. ഇന്ന് രാത്രിയിൽ എന്നെ അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണമെന്ന് പറയാം. ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുവാൻ നമുക്ക് തയ്യാറാകാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മേഘത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അവരോടൊപ്പം ജീവനോടിരിക്കുന്ന നമ്മൾ അക്കരെ പോകുവാനുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രിയിൽ ഒരുക്കത്തിനായി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ മൂടി